സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദി എക്സ്ക്ലൂസീവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ എക്സ്ക്ലൂസീവ് സെഷനാണ്. സാധാരണ നമുക്കറിയാമല്ലോ, വളരെ വ്യത്യസ്തതയുള്ള ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഈ എക്സ്ക്ലൂസീവ് എന്ന ബാനറിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത ഒരു സെഷൻ. ഈ സെഷനെ ഓർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന്, വലിയ വിടുതലിന് കാരണമായി തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒരു എക്സ്ക്ലൂസീവ് സെക്ഷനുമായിട്ട് ഒന്നിച്ച് രൂപാന്തരണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി പ്രിയ അമ്മാമയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. നിന്റെ മക്കളുടെ ജീവിതാനുഭവങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ഒന്നിച്ചു മാനിക്കണം, വൻകാര്യങ്ങൾ അവിടുന്ന് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും സകല മുഖത്തോടത്തെ കർപ്പിക്കുന്നു. യേശു മൂലതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാടക്കണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ എൻ്റെ ഹൃദയത്തോടടുത്ത ഒരു ജീവിതാനുഭവം, ഒരു സാക്ഷ്യം. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ആത്മീക പിതാക്കന്മാരിലൊരാൾ, ഗുരുക്കന്മാരിലൊരാൾ പാസ്റ്റർ KM പീറ്ററാണ് പ്രിയ അമ്മാമയോടൊപ്പം നമ്മളോടൊപ്പം ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ അമ്മാമയും വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. ഒരു ആഴ്ചയായിട്ട് എൻ്റെ ഹൃദയത്തിൽ വളരെ വലിയൊരു ആഗ്രഹം പാസ്റ്ററെ വിളിക്കണം, ഒരു എക്സ്ക്ലൂസീവ് സെഷൻ ചെയ്യണം എന്നുള്ളത്. ഈ അപ്പോസ്തലനായ പൗലോസൊക്കെ പറയുന്നില്ലേ, ക്രിസ്തുവിൽ ഗുരുക്കന്മാർ ഒത്തിരി ഉണ്ടെങ്കിലും പിതാക്കന്മാർ കുറവാണ്. എൻ്റെ ഒരു ആത്മീയ പിതാവായിട്ടും ഗുരുവായിട്ടും ഒക്കെ എനിക്ക് പറയാൻ കഴിയുന്ന കർത്താവിൻ്റെ ദാസൻ, എൻ്റെ പാസ്റ്റർ എന്ന് പറയാൻ കഴിയുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM പീറ്റർ. ഞാൻ പാസ്റ്റർ അനുഭവങ്ങൾ പറയുന്നതിന് മുമ്പേ രണ്ട് വാക്കങ്ങനെ പറഞ്ഞു തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, പാസ്റ്റർ ഏഴോലിയിലുള്ള എൻ്റെ മാതൃസഭയിൽ ട്രാൻസ്ഫറായി വന്ന സമയം ഞാൻ ഇന്ന് ഓർക്കുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കറിയില്ല എവിടെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊക്കെ. ഒരുപക്ഷെ ഇന്ന് ഞാനൊരു ആത്മീക ശുശ്രൂഷകനായിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം KM പീറ്റർ പാസ്റ്ററാണ്. കഴിഞ്ഞ 94 മുതൽ ഞാൻ ശുശ്രൂഷയില്ല പാസ്റ്ററെ. എന്നെക്കൊണ്ട് ആദ്യം പ്രസംഗിപ്പിച്ചത് പാസ്റ്ററാണ്. പാസ്റ്റർ ഓർക്കുന്നുണ്ട്, കണ്ടമ്പേരൂരിൽ നടന്ന പരസ്യയോഗത്തിന് ഇനിമോ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞ് എന്നെ കയറ്റിവിട്ടത് 94 ഒക്ടോബർ മാസത്തിൽ എൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്. ദൈവത്തിന്റെ സ്തോത്രം. 31 വർഷം കഴിഞ്ഞു പാസ്റ്ററെ. അന്ന് മുതൽ യേശുവിനെ പ്രസംഗിക്കാൻ. ഇന്ന് ഞാനിവിടെ ആസാദിയിലൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം KM പീറ്റർ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റൽ മിനിസ്ട്രിക്ക് ട്രാൻസ്ഫറായി വന്നതാണ്. ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഒത്തിരി. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വികാരം, അതിൻ്റെ ഒരു തിരത്തള്ളലുണ്ടാകുകയാണ്. ഈ സമയത്ത് ഞാൻ പാസ്റ്ററുടെ ശുശ്രൂഷയോർത്ത് സ്തോത്രം ചെയ്യുകയും പാസ്റ്ററോടും അമ്മാമ്മയോടും ആ വിധത്തിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു അടിസ്ഥാനമിട്ടതിന് നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ഇനി ബാക്കി എപ്പോഴെങ്കിലും പറയാം. ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. പാസ്റ്റർ അനുഭവമാണല്ലോ കേൾക്കാൻ വന്നിരിക്കുന്നത്. പാസ്റ്റർ എന്ത് പറയുന്നു? വളരെ സന്തോഷം. പിന്നീട് നാളുകളെ നോക്കുമ്പോൾ തമ്പുരാൻ എത്രയോ നല്ലവനാ. ഏഴോലി ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു നല്ല ഒരു സമയമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു കാലമാണത്. കാരണം ഒരു നല്ല റിവൈവൽ ആ സമയത്ത് ചർച്ചിന്റെ അകത്തുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. 92 മുതലായിരുന്നല്ലോ അത്. ആ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് വന്നു. ഒരു പേര് ശുശ്രൂഷയ്ക്ക് വന്നു. അന്നല്ലേ ബിജുവിനെയൊക്കെ നമ്മൾ സാധനപ്പെടുത്തുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് പാസ്റ്ററെ, അന്നത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ നടക്കുമ്പോൾ ആളുകൾ വന്നിട്ട് ജനലിൽ കൂടെ എത്തി നോക്കി നിൽക്കുമായിരുന്നു, ഇവിടെ എന്തോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇടമുറിയാതെ പ്രാർത്ഥന. അന്ന് ശുശ്രൂഷയ്ക്ക് വന്നവർ ഇന്ന് പലരും കർത്താവിന്റെ വേലയിൽ വളരെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പറയുമായിരുന്നു പാസ്റ്ററെ, ആ സമയങ്ങളിലൊക്കെ എൻ്റെ കൂടെ വന്നവരോ ഞാൻ സുവിശേഷം പറഞ്ഞു വന്നവരോ ഒക്കെ സെൻട്രൽ പാസ്റ്റർ ആയെന്നൊക്കെ തമാശയായിട്ട്. നമ്മുടെ അനു ജേക്കബ്, കുമ്പക്കുടിയിലെ ജെയിംസ് ചാന്, ഷിബു പൂന്തോട്ടത്തിൽ,
ആ, ആ. ഇവരൊക്കെ എല്ലാം ഏകദേശം ഒരു കാലമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തത്. അതെല്ലാം ഞങ്ങളുടെ ആ ഒരു 94, 95, 96 കാലഘട്ടങ്ങളില്ല. അതെ അതെ അതെ. എത്ര ദൈവദാസന്മാരെ അങ്ങനെ കൊണ്ട് കുത്തിരി തണ്ണാൻ പോയാൽ ഒത്തിരി പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ തോന്നുന്നു ശുശ്രൂഷ. പിന്നെ ഇപ്പൊ എടോലി ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന ബിജു പാസ്റ്ററും നമ്മുടെ ഒരു ഞങ്ങൾ ഒന്നിച്ച് രാഷ്ട്രീയം കളിച്ചവരാ. എനിക്കറിയാം കോളേജിലെ. അതെ അതെ, ഞങ്ങൾ ഒന്നിച്ച് രാഷ്ട്രീയം കളിച്ചവരാ. അതിനുശേഷം ICPF-ന്റെ രക്ഷകർ സംഘടനയുണ്ട്, CGPF. അതെ, അതിനൊക്കെ ഞാൻ വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള സമയമാണ്. അതെ അതെ അതെ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പാസ്റ്ററെ. നമുക്ക് പാസ്റ്റർ അനുഭവങ്ങളിലേക്ക് കയറാം. വടശ്ശേരിക്കരയാണ് സ്വദേശം അല്ലേ? സത്യത്തിൽ സ്വദേശം വടശ്ശേരിക്കരയാണെങ്കിലും വടശ്ശേരിക്കരയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, കുമ്പളത്താമണം എന്ന് പറയും. കുമ്പളത്താമണം വടശ്ശേരിക്കര പഞ്ചായത്ത് തന്നെയാണ്. കുമ്പളത്താമണ് AV തോമസിന്റെ ഒരു റബ്ബർ പ്ലാന്റേഷനാണ്, എസ്റ്റേറ്റ്. അതിനകത്താണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം. അതിനുശേഷം അങ്ങനെ തോട്ടത്തിൽ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അപ്പച്ചനും അമ്മയും ചെയ്യുന്ന കാലത്താണ് കർത്താവിന്റെ വിളി ഉണ്ടായിട്ട് പിന്നെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇനി വെളി വരുന്നതും കുമ്പളത്താമണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ വടശ്ശേരിക്കരയ്ക്ക് അടുത്ത് തന്നെയാണ്. പിന്നെ വർഷങ്ങളോളം അവിടെ താമസിച്ചു. അവിടെ നിന്നാ പിന്നെ അന്ന് ഭൂമി സ്വന്തമായിട്ടില്ലായിരുന്നു. അന്ന് അവിടെ ഒരു വകഞ്ഞു വെച്ചൊരു സ്ഥലമാണ് അത്രയിട. പിന്നെ തമ്പുരാന് ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 71-ൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കാനൊരു തീരുമാനമായി. അപ്പൊ അങ്ങനെ 1 ഹെക്ടർ സ്ഥലം ഞങ്ങൾക്ക് ഈ മണിയാറിനടുത്ത് അരീക്കക്കാവിൽ കിട്ടി. അപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ കിട്ടി, അങ്ങനെ കിട്ടിയത് അടുത്തുനിന്ന്. ബാക്കിയെല്ലാം ദൂരെ ഉള്ള ആളുകൾ കൊല്ലം, കോഴിക്കോടൊക്കെ കിട്ടിയത്. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ 2.5 ഏക്കർ കിട്ടി. തമ്പുരാന് ആർക്കും കിടക്കാനല്ലോ. പക്ഷെ അന്ന് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു റിമോട്ട് സ്ഥലങ്ങളായിരുന്നു ഇല്ലയോ? അന്നിവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കിട്ടി. കാട് പിടിച്ച് ആടിനെ പിന്നെ കാട്ടു മൃഗങ്ങളെല്ലാം ഓടിച്ചെല്ലി ഇവിടെ വന്ന് അന്ന് താമസിച്ചു. അതെ അതെ അതെ, എനിക്ക് വന്ന് താമസിക്കുന്നവരൊക്കെ ഉള്ളു. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട KM പീറ്റർ പാസ്റ്ററുടെയും പ്രിയപ്പെട്ട മറിയമാമയുടെയും ഒക്കെ, മെരിക്കുട്ടി മാമ ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നത്, മെരിക്കുട്ടി മാമയുടെ ഒക്കെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കൾ ഒരു കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിൻ്റെ വേലിൽ നിന്നവരാണ്. 2 പേരുടെയും പിതാക്കന്മാർ അറിയപ്പെടുന്ന പ്രവാചകന്മാരായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പാസ്റ്ററുടെ പപ്പ പ്രസിദ്ധനാകുന്ന പത്രോസ് മത്തായി പാസ്റ്റർ ഞങ്ങളുടെ അന്നത്തെ എടോലി ചർച്ചിലൊക്കെ വന്ന് ശുശ്രൂഷിക്കുന്ന ഓർക്കുന്നുണ്ട്. അതെ, മെരിക്കുട്ടി മാമയുടെ അമ്മ എന്നോടൊരു ദൂത് പറഞ്ഞത് എനിക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അന്ന് എടോലി പാഴ്സനേജുമായിട്ടാണ് ഏറ്റവും അടുത്ത് ജീവിച്ചത്. സഭായോഗം കഴിഞ്ഞാലും വീട്ടിൽ പോകത്തില്ല. പാസ്റ്ററും അമ്മാമ്മയും പാഴ്സനേജിൽ ഉണ്ടാക്കുന്ന ചോറ് കഴിച്ച് കുറെ കഴിഞ്ഞേ പോകത്തുള്ളൂ. അന്നൊരു ദിവസം പിന്നെ അവിടുന്ന് വരുമ്പോഴേ പിടിയേരിയും അവിടെയുള്ള വിറകും, അതെ വിറകൊക്കെ ഞാൻ ചുമ്മിയിട്ടുണ്ട് ഫസ്റ്റ്. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഫസ്റ്റ്. ഞാൻ ഈ ചർച്ചിലേക്ക് വിറക് ചുമ്മിക്കൊണ്ട് വന്നൊരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. നമ്മള് സാധാരണ കോളേജിൽ അന്ന് പഠിക്കുന്ന സമയം, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, പിള്ളേരൊക്കെ വഴിയെ വിറക് ചുമ്മിക്കൊണ്ട് പോകുമോ, ഒരു നാണംകേട് പോലെ. പക്ഷെ എന്റെ ചിന്ത എന്ന് പറഞ്ഞ പാസ്റ്റർ, ഞാൻ എൻ്റെ വീടിന് വേണ്ടിയല്ല വിറക് ചുമക്കുന്നത്, ചർച്ചിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഭയങ്കര അഭിമാനത്തോടെ ഒരു കെട്ട് വിറക് തലയിൽ വെച്ചുകൊണ്ട് ആ എടോലി റോഡിൽ കൂടി ചർച്ച് വരെ നടന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ രംഗം. അതൊരു ഭയങ്കര അഭിമാനമായിരുന്നു പാസ്റ്ററെ, കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു അഭിമാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ ഒരിക്കലും പാഴ്സനേജിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പം അനുഭവം ഉണ്ടായിട്ടില്ല. എന്താ പാസ്റ്ററെ, ഏടുവല്ലെ പോലെ അന്നത്തെ ഭയങ്കര അന്തരീക്ഷമായിരുന്നു. 2ാം സെക്ഷൻ വന്നപ്പോഴത്തേന് ശുഷ്കമായി പോയായിരുന്നു. അതെ, പോയാലും മധുപാസും ഒക്കെ വന്ന ശേഷം ഒരു വല്ലാത്ത അന്തരീക്ഷം വന്ന് പിന്നെ ഞങ്ങള് പോരാറാകുമ്പോഴേ ഒരു 5-6 കുടുംബം കൂടെ വന്നത്. ആ സമയങ്ങളിൽ ഞങ്ങളും ഇല്ലല്ലോ, ഞങ്ങളും ബോംബെക്കൊക്കെ ഇങ്ങനെ പോയിരുന്നു. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ചെറുപ്പക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി. പ്പെട്ടവരൊക്കെ അങ്ങ് ഏജിയിലും ഇങ്ങോട്ടും അങ്ങ് പോയി. അതെ, പക്ഷെ ഇപ്പൊ അത് എടോലി ചർച്ചിന്റെ ഒരു മടങ്ങിവരവിന്റെ സമയമാണ്. ബിജു പാസ്റ്ററൊക്കെ വന്ന ശേഷം ഭയങ്കര ഒരു ഡെവലപ്മെന്റിലേക്ക് ചർച്ച വരുന്നത്. ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണും പാസ്റ്ററെ,
ഏഴോലി ചർച്ച് സ്വപ്നം കാണും കേട്ടോ. ഏഴോലി ചർച്ചിന്റെ അകത്ത് ആൾ നിറയുന്നത്, സഭാഹോള് വളരുന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കാണും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ചർച്ച ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഞാൻ പറഞ്ഞു വന്ന അമ്മാമേ, ഞാൻ ഒരിക്കൽ പാഴ്സനേജിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ അവിടെ വരാതെ വന്നപ്പോൾ തന്നെ അമ്മാമ്മ പറഞ്ഞു, മോനെ അമ്മച്ചി അകത്തിരിപ്പുണ്ട്, ഒന്ന് പോയി പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല ആരാണ് ഈ അമ്മച്ചി, ഏതാ അമ്മച്ചി, ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അകത്തി വന്നപ്പം ഒരമ്മച്ചി കട്ടിലയിൽ ഇരിപ്പുണ്ട്. രണ്ട് കണ്ണും അന്ന് അമ്മച്ചിക്ക് കാണത്തില്ലെന്ന് എൻ്റെ ഓർമ്മ, അല്ലേ? രണ്ട് കണ്ണും കാണത്തില്ലായിരുന്നു. രണ്ട് കണ്ണും കാണാത്ത ഒരു അമ്മച്ചി കട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അമ്മാമ്മ വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി അമ്മേ ഫിന്നിമോൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഫിന്നിമോനാണെന്ന് പറഞ്ഞു. എൻ്റെ പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രവചനമാണ് കേട്ടോ. എൻ്റെ പാസ്റ്ററെ അന്ന് പറഞ്ഞ പ്രവചനം ലിറ്ററലി ഇന്നും എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് പറഞ്ഞ പ്രവചനം എനിക്ക് അന്നൊന്നും വിശ്വസിക്കാനൊക്കാത്ത, എനിക്ക് അറിയാത്ത മണ്ഡലങ്ങളിലെ പ്രവചനമാണ്. കണ്ണ് കാണാൻ വയ്യാത്ത അമ്മച്ചി, എന്നെ കണ്ടില്ല, ഞാൻ ആരാണെന്ന് അറിയത്തില്ല. അത് മെരിക്കുട്ടി മാമയുടെ അമ്മയാന്ന് പിന്നെ ഞാൻ അറിയുന്നത്. വയ്യാതായിട്ട് വീട്ടിൽ വന്നതാ, സംരക്ഷണത്തിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിലൊക്കെ ഇങ്ങ് പോയിരുന്നു. ഞാൻ ബോംബെക്ക് വരുന്നതിന് മുമ്പ് എന്നെ പ്രവചിച്ച് അങ്ങനെ അനുഗ്രഹിച്ചൊക്കെ വിട്ടതാ. അതിന് ഞങ്ങൾക്ക് ഒരു അനുഭവമുണ്ട്. ഞങ്ങളുടെ മോളെ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തിയ ശുശ്രൂഷയ്ക്ക് മാറിയത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓ അതെ, ഓക്കെ, ശരി, സ്തോത്രം. അപ്പം പാസ്റ്റർ, നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളെ കുറിച്ച്, അമ്മാമ്മയും ജനിച്ചു വളർന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി. മോനെ, ഞങ്ങള് എന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ വേലയിൽ വഴി വർദ്ധിച്ചു വരുവാനിടയായി തീർന്നു. അവരിരുവരും കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ കർത്താവ് അവരെ സഹായിച്ചു. അപ്പൊ ചർച്ചമ്പോഴിലാണ് അപ്പച്ചന് ശുശ്രൂഷയിൽ മുന്നോട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുശേഷം ഞങ്ങള് തലപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് അപ്പച്ചൻ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ഇരുന്നു. കൃപാവരങ്ങളാൽ നിറയപ്പെട്ടു. അങ്ങനെ അന്ന് മുതൽ എല്ലാ നിലയിലുള്ളതായ ശുശ്രൂഷകൾ, ഭൂതശാന്തി, രോഗശാന്തി, കൈവശം, ക്ഷുദ്രപ്രയോഗം, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ അപ്പച്ചൻ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളാ. നമ്മുടെ എം ഇ ചക്കോ സാറിന്റെ സ്ഥലത്ത് ഞങ്ങളെ ശുശ്രൂഷ അപ്പച്ചനായിരിക്കുന്ന സമയത്താണ് പിന്നെ സാറ് 10ാം ക്ലാസ്സിൽ തോറ്റതിന് ശേഷം നമ്മുടെ ഭേദമേ വന്നിരുന്നുകൊണ്ടാണ് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് എടുത്തു പാസ്റ്റർ. അന്ന് അങ്ങനെ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ അമ്മച്ചി, എൻ്റെ അമ്മ അന്നൊരു ദൂത് പറഞ്ഞു, ഇതുപോലെ വിമാനത്തിൽ ഇങ്ങനെ സാറ് കയറി യാത്ര ചെയ്ത് പോകുന്ന ഒരു കാഴ്ച കാണുന്നു എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അതെനിക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കതിൽ വിശ്വസിക്കാൻ വയ്യെന്ന് പറഞ്ഞു. കാരണം 10ാം ക്ലാസ്സിൽ തോറ്റുപോയില്ലേ. ഏതായാലും ദൈവം അത്ഭുതകരമായി വിട്ടു. പിന്നെ അനേക ഉന്നതമായ സ്ഥാനങ്ങൾ കർത്താവ് കൊടുത്തു. അതിനുശേഷമാണ് IPC മാറിയത്. പിന്നെ ശുശ്രൂഷയൊക്കെ അപ്പച്ചനൊക്കെ മുന്നോട്ട് വന്നു. അപ്പച്ചൻ ശുശ്രൂഷ സംബന്ധിച്ച് 40 പ്രാവശ്യം ഉപദ്രവേറ്റു, 18 പ്രാവശ്യം രക്തഛർദ്ദിച്ചു. അങ്ങനെ മരിക്കേണ്ട ഒരു പ്രായത്തിലല്ല മരിച്ചത്. അപ്പച്ചന് ശരീരത്തിന്റെ ക്ഷീണം വർദ്ധിച്ച് അങ്ങനെയാണ് പെട്ടെന്നാണ് അപ്പച്ചൻ മരിക്കാനിടയായി തീർന്നത്. അപ്പച്ചന് പിന്നെ അതിനിപ്പുറത്ത് ഒത്തിരി ഹിസ്റ്ററികളുണ്ട്. ഞങ്ങൾ മക്കൾ 6 പേരായിരുന്നു. 6 പേരിൽ 4 ആണും 2 പെണ്ണുമായിരുന്നു. അതില് എൻ്റെ ചാച്ചന്മാർ രണ്ടുപേരും മരിച്ചതിന് ശേഷമായിട്ട് അന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണല്ലോ. അന്നേരം അപ്പച്ചനും അമ്മച്ചി മടിച്ചു പോയില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും സംസാരിച്ച് വെളിപ്പാടിലൂടെ കൊടുത്തു. ഇതുപോലെ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ചെറിയ കൊമ്പുകളെ ഞാൻ മുറിച്ചു മാറ്റാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതിനു ശേഷമാണ് എൻ്റെ അച്ചാച്ചന്മാർ 2 പേരും മരിക്കുന്നത്. അതിനുശേഷം എന്നെയും ഇങ്ങനെ കയ്യിൽ എന്തിക്കൊണ്ട് ഇവരിങ്ങനെ പോകുന്ന സമയത്ത് വളരെ ഭാരങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായി. എൻ്റെ അമ്മച്ചിക്ക് പെട്ടെന്ന് ശരീരത്തിൽ നീരായി. അതെല്ലാം കഴിഞ്ഞ് അവർ പിന്നെയും ശുശ്രൂഷയിൽ ഇങ്ങനെ മുന്നേറി വന്ന സമയത്താണ് നമ്മുടെ കെ എബ്രഹാം സാറ്. അപ്പം ഞങ്ങള് എൻ്റെ സഹോദരന്മാരെല്ലാം മരിച്ചു. പിന്നെ എന്നെ തന്നെ ഇങ്ങനെ കൊണ്ട് കിടക്കുന്ന ഒരു കാലയളവിലാണ് ഞങ്ങൾ തോട്ടയ്ക്കാട്ട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് നമ്മുടെ വീട്ടിൽ ഫെയ്ത്തോമിൽ താമസിച്ചുകൊണ്ട് തോട്ടയ്ക്കാട്ട് ഒരു മാസത്തെ ബൈബിൾ ക്ലാസ് നടത്താനായിട്ട് വന്നു. ഈ കെ എബ്രഹാം സാറ്, അല്ലെങ്കിൽ ഉണ്ണി സാറപ്പച്ചന്. അങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ച് പോകാൻ സമയമായപ്പോൾ എൻ്റെ അമ്മച്ചിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരാൺകുഞ്ഞിനെ കർത്താവ് നിങ്ങൾക്ക് ദാനം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചന്റെ പുസ്തകം ഏറ്റുവാങ്ങുവാനായി ദൈവം നൽകിയതായ ഒരു പൈതലാണ് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജോൺസൺ. ഓർക്കുന്നുണ്ടോ മോനെ? അവന്. അങ്ങനെ ബാക്കി എല്ലാവരും കടന്നുപോയി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ 2 പേരും ശേഷിച്ചിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ ആങ്ങള വളരെ അസ്വസ്ഥനായിട്ട് അവന് ശുശ്രൂഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇതുപോലെ പെട്ടെന്ന് ഈ
തലയിൽ രക്തം കയറിയിട്ട് ആ നിലയിൽ പിന്നീട് പാരലൈസ് ആയിട്ട് ഇപ്പം 4 വർഷമായിട്ട് അവൻ കിടപ്പിലാണ്. അവന് മോനും ആ ക്ഷീണമുണ്ടായി. സഹോദരങ്ങളൊക്കെ വളരെ നല്ല ദൈവകൃപയിൽ അവരൊക്കെയും മുൻപോട്ട് പോകുന്ന, ആരുടെയും വിവാഹ വിതരണം നടന്നിട്ടില്ല. അവരൊക്കെയും തിരുവനന്തപുരത്ത് അവർ പാർത്തുകൊണ്ടിരിക്കുന്നു. അവൻ ശുശ്രൂഷയില് ഐപിഎസിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തോളം ഞങ്ങളെ സഹായിച്ചു. നമ്മുടെ അപ്പച്ചന്റെ പേര് CD മോസസ് അല്ലേ? PD മോസസ്, മാർത്ത മോസസ്, രണ്ടുപേരും. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞിട്ട് പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. അപ്പച്ചനെ പത്രോസ് മത്തായി അവിടെ യഥാർത്ഥത്തിൽ അവരുടെ വീട് മല്ലപ്പള്ളിക്കടുത്ത് കല്ലൂപ്പാറ, അവിടെ ജന്മസ്ഥലം. അവിടുന്ന് ജോലികൾക്കായിട്ട് പല തോട്ടങ്ങളിൽ പോകുമായിരുന്നു, പല തോട്ട ടാപ്പിങ്ങിന്. അങ്ങനെ ഈ കുമ്പളത്താമണ AVT എസ്റ്റേറ്റിലോട്ട് വന്നത്. അവിടെ അപ്പച്ചനും അമ്മയും താമസിച്ച വർഷങ്ങളോളം താമസിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾ 4 പേരും ഉണ്ടാകുന്നത്. മൂത്തയാള് കുഞ്ഞുഞ്ഞമ്മ അല്ലെങ്കിൽ മറിയാമ്മ, അവിടെ പിന്നത്തേതിലെ മണക്കാലയിലെ കോളേജിൽ ഒരു അധ്യാപകനും അവിടുത്തെ ഒരു സെക്രട്ടറി ആയിരുന്നു M. ശാമുലൂട്ടി. പുള്ളി വിവാഹം കഴിച്ചു. അവർക്ക് 3 മക്കൾ. അവരുടെ മകനാണ് ജോൺ ശാമുൽ, പാസ്റ്റർ ജോൺ ശാമുൽ. ജോസി പാസ്റ്റർ അല്ലേ? അമ്മാമ ഒരു 8 വർഷം മുമ്പേ മരിച്ചുപോയി. പിന്നെ എന്റെ നേരെ ഇളയ ഒരാളുണ്ടായിരുന്നു. നമ്മൾ 17ാമത്തെ വയസ്സിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പിന്നെ അതിന്റെ ഇളയൊരു ആളുണ്ട്, സോശാമ എന്ന് പറയുന്നത്. അവളും കുടുംബവും ഇപ്പോൾ ഡൽഹിയിലെ IPCയുടെ ഒരു സെൻട്രൽ പാസ്റ്ററായിട്ട് AT ജോസഫ് അങ്ങനെ അവിടെ കഴിയുന്നു. അവർക്ക് മക്കളില്ല. ഇത്രയാണ്. പിന്നെ അപ്പച്ചനും അമ്മയും തോട്ടത്തിൽ ഇങ്ങനെ വർഷങ്ങളോളം താമസിച്ച് ഞങ്ങൾ അവിടെ പാർപ്പിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത 2 സഹോദരിമാർ, ഈ കുഞ്ഞുഞ്ഞമ്മ അല്ലെങ്കിൽ മറിയാമ്മ, മറ്റുള്ള സാറാമ്മ, 2 പേർക്കും മാറാത്ത വയറുവേദന. ഇങ്ങനെ വയറുവേദന വന്നു എല്ലാ ഹോസ്പിറ്റലിൽ അന്ന് കൊണ്ടുപോകാൻ ഒക്കുന്ന എല്ലായിടത്തും കൊണ്ടുപോയി. ആശുപത്രി ചെല്ലുമ്പോൾ യാതൊരു അസുഖം ഇവർക്കില്ല. അന്ന് അതിന്റെ ഇളയാള് ഞാന്, എന്റെ ഇളയാള് ഒരാളുണ്ട്. അങ്ങനെ 4 പേരുടെ സമം. അപ്പം ആശുപത്രി ചെല്ലുമ്പോൾ അവർക്ക് യാതൊരു അസുഖവും ഇല്ല. വീട്ടിൽ വരുമ്പോൾ പിന്നെയും പഴയതുപോലായി. അങ്ങനെ ആവർത്തിച്ച് ആശുപത്രി വാസവും കുടുംബവാസവും എല്ലാം കൂടായി വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അന്ന് സാധാരണഗതി പറയുന്നതിലെ പട്ടിണിയും പരിവട്ടവും എല്ലാമായിട്ട് വല്ലാതെ കഷ്ടപ്പെട്ട നാളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ അപ്പച്ചൻ സത്യത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു ഏകാന്ത പദ്ധതിനെ പോലെ യാത്ര ചെയ്യുമ്പോഴേ ആ പോകുന്ന വഴിക്ക് ഒരു കൂട്ടം ആളുകൾ യോഗം നടത്തുന്നുണ്ട്. അത് മർത്തോമാ സഭയെന്ന് ഒരു ഉണർവുണ്ടായി അന്ന് വന്നൊരു കൂട്ടം ആളുകൾ, ഇവാഞ്ചലിക്കൽ സഭ, കത്തേക്കാട് സഭ. അന്ന് നല്ല ഉണർവായിരുന്നു. അത് ബൗണ്ടറി എന്ന് പറയും, നമ്മുടെ ശരിക്കും കിടത്താം. ഞങ്ങൾ അതിന്റെ നേരെ അക്കരയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതുവഴി ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ അങ്ങ് പോവാ. എന്തെന്നറിയാ ഇവിടെ നിന്നറിയാതെ പോകുമ്പോഴേ ഈ യോഗത്തിരുന്ന ആരോ അവരുടെ ഏതാണ്ട് പ്രാഥമിക ആവശ്യത്തിന് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴാണ് അപ്പച്ചനെ കാണാം. വിവരങ്ങളെല്ലാം തിരക്കി വിളറിയ മുഖത്തോടുകൂടി പോകുന്ന പ്രിയ പിതാവിനെ കണ്ടിട്ട് അവരെ സ്വാന്തനപ്പെടുത്തി പിടിച്ചകത്ത് കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയി ഇരുന്ന് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആമേ മത്താച്ചൻ വീട്ടിൽ പോയി നിങ്ങളുടെ മക്കളെയും കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മച്ചി ഞങ്ങൾ 4 മക്കൾ അടങ്ങിയ ഒരു 6 പേര് അവിടെ ചെന്നു. അത്ഭുതം. അന്ന് രാത്രി കർത്താവ് ആ സഹോദരി മനസ്സൊക്കെ അങ്ങനെ അവര് സൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെ കുറെ നാള് കൂടെ ആ തോട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ വാസം ചെയ്തു. അപ്പൊ അവസാനം ഈ വിശ്വാസ ജീവിതത്തിന് ഈ തോട്ടത്തിലെ ലൈഫ് അത്ര യുക്തമല്ല. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് ഞങ്ങള് എഴുതി കൊടുത്താൽ തീരുമാനിച്ചു. എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ 6 പേര് അടങ്ങുന്ന സംഘം അവിടെ നിന്ന് വെളിയിലിറങ്ങിയിട്ട് അടുത്തൊരിടത്ത് ഒരു 16 സെന്റ് സ്ഥലം ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തു. അപ്പൊ ഞങ്ങള് തോട്ടത്തിൽ നിന്ന് ഇറങ്ങി പൈസയും വാങ്ങിച്ച് ഈ അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിന്റെ അവിടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവിടെ വന്ന് പാർക്കുമ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ഈ വസ്തു തൽക്കാലം തരാനൊക്കത്തില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്താ തരാനൊക്കെ. അപ്പം ചുരുക്കി പറഞ്ഞ പോലെ ഈ
ഏടും കുടുക്കി എല്ലാം എടുത്തോണ്ട് തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ചിരട്ടയും കുടുക്കി എല്ലാം കൊണ്ടുവന്ന് ഇവിടെ മുകളിൽ ഇട്ടിരിക്കുക, ഒരു മുറ്റത്തിട്ടിരിക്കുന്നു. ആ വീട് തരത്തുമില്ല. പിന്നെ നാട്ടുകാർ കൂടി അതിന് തൊട്ടടുത്ത് ഒരു 20 സെന്റ് സ്ഥലം വാങ്ങി വെച്ച് ഒരു ഷെഡ് ഉണ്ടാക്കി. അതിനകത്താണ് ഞങ്ങൾ പാർത്തത്. ഏതാണ്ട് 16 വർഷം അവിടെ പാർത്തു ആ ഷെഡിനകത്ത്. അവിടെ പാർക്കുമ്പോഴാണ് മുമ്പേ പറഞ്ഞ പോലെ 40, 20 ഇങ്ങനെ ഉപസിക്കുമായിരുന്നു അപ്പച്ചൻ. ഇങ്ങനെ ഉപസിക്കുമ്പോഴൊക്കെ അന്ന് മണക്കാലാലെ അന്നത്തെ പ്രസിഡന്റായിരുന്നു നമ്മുടെ കോയിസാറിനെയൊക്കെ ഫാസ്റ്റൊക്കെ അറിയാം. കോയിസാറും തങ്കച്ചാനും ഒക്കെ എതിർച്ചയായും കണ്ടൊരു യോഗത്തിന് പോയി ചാവഴി വന്നു. അപ്പൊ ആരാണ്ട് പറഞ്ഞു ഇവിടെ ഒരാൾ 40 ദിവസം ഉപവാസം എടുക്കുന്നു. അവിടെ വന്ന് അവരൊരു ദിവസം രാത്രി അവിടെ തങ്ങിയപ്പം ഞങ്ങളുടെ അപ്പച്ചനും അമ്മയും സത്യം പറഞ്ഞാൽ അന്ന് ഉറങ്ങിയില്ല. ഞങ്ങൾക്ക് അത്ര അറിവില്ലല്ലോ. ഉറങ്ങാതിരിക്കാൻ കാരണം മഴക്കാലമാണ്. മഴ പെയ്തു പോയാൽ അവിടെ ഉറക്കം നടക്കത്തില്ല, അതുപോലെയുള്ള ചോർച്ച. ചുരുക്കി പറഞ്ഞ അന്നത്തെ ദിവസം കഴിഞ്ഞു. എൻ്റെ മൂത്ത പെങ്ങളെ ആ കോയിസാറും തങ്കച്ചാനും കണ്ടു. അവരെ ഒരു കല്യാണം ആലോചനയും കൊണ്ടാ പിന്നെ ഇവിടുന്ന് പോയത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായി. പിന്നെ അങ്ങനെ ആ സാംസാർ അവിടെ സ്കൂളിലെ സെക്രട്ടറി ആയിരുന്ന സാംസാറുമായിട്ട് വിവാഹാലോചന ഉണ്ടായി. വിവാഹം കഴിപ്പിച്ചു. ഇങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പെങ്ങൾ, അവളും അന്ന് രോഗിയായിരുന്നു. പിന്നത്തേതിൽ അവളങ്ങോട്ട് ആരോഗ്യപ്പെട്ടില്ല. അവളും പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ പോയിട്ട് ഞാനും എൻ്റെ ഇളയ ആളും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വസ്തു നമുക്ക് ശാശ്വതമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ചെയ്യണം, കാക്കക്കാലെ കാല് വെച്ചെന്നൊക്കെ പണ്ടത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അന്നൊരു കാര്യമുള്ളത്, അന്ന് ഞങ്ങളുടെ അപ്പച്ചൻ തീവ്രമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. പറഞ്ഞ പോലെ രോഗശാന്തി, ഭൂതശാന്തി, അത്ഭുതമായ ഒരുപാട് അത്ഭുതങ്ങൾ. സത്യത്തിൽ ഇന്നത്തെ ഈ ഭൂതശാന്തി, രോഗശാന്തി ഒക്കെ കാണുമ്പം സത്യത്തിൽ നമുക്കങ്ങ് പുച്ഛം തോന്നും. കാര്യം അന്നത്തെ നമുക്ക് പറഞ്ഞ പ്രകടമായ അടയാളം കാണിച്ചാണ്. അങ്ങനെയുള്ള അപ്പച്ചന്റെ ഒക്കെ അനുഭവങ്ങളൊന്ന് പറയാം കേട്ടോ. ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊന്ന് പറയാം. രണ്ടുപേരുടെ അപ്പച്ചന്മാര് കണ്ട ആ അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം അപ്പച്ചൻ അന്ന് തീവ്രമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു കാലമാണ്. ഭൂതശാന്തി, രോഗശാന്തി. അങ്ങനെ അന്നൊന്നും ഒരു പെന്തക്കോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അന്ന് ഇവാഞ്ചലിക്കൽ സഭയുടെ ബന്ധമാണ്. എങ്കിലും തീവ്രമായ ശുശ്രൂഷ അവിടെ ഇവിടങ്ങളെല്ലാം പോയി ഐക്യ കൂട്ടായ്മ, പിന്നെ സമുദായക്കാരുടെ ഇടയിലുള്ള യോഗം ഇങ്ങനെ നടത്തിപ്പോരുമ്പോഴാണ് കുമ്പളാമ്പയിൽ ചെല്ലുന്നത്. കുമ്പളാമ്പയിൽ ചെന്ന് യോഗം നടത്തുമ്പോഴാണ് അവിടുത്തെ നമ്മുടെ CMS-കാരുടെ ഒരു വലിയ കൂട്ടം കൂടി ഈ യോഗങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് കുമ്പളാമ്പ വലിയൊരു അത്ഭുതം നടക്കുന്നു. ഒരു സഹോദരിക്ക് ഇപ്പൊ എണ്ണയെ നോക്കിയാൽ 30-32 ഭൂതം ബാധിച്ച ഒരു സഹോദരി. അപ്പൊ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് 40 ദിവസം അങ്ങ് ഇരിക്കുക. ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 28-30 ദിവസം ആയപ്പോഴത്തേന് അപ്പച്ചൻ പറഞ്ഞു, ഇന്ന് രാത്രി ഈ ഭൂതം വിട്ടുപോകും. പ്രകടമായ അനുഭവത്തോടു കൂടി വിട്ടുപോകുന്നു. അപ്പൊ പറഞ്ഞു, ഒരു പച്ചമരത്തിന്റെ കമ്പൊടിച്ചിട്ടേച്ച് ഈ ഭൂതം പോകണമെന്ന്. അന്നത്തെ അങ്ങനെ അത്ഭുതമാണ്. അപ്പൊ നാട്ടുകാരെല്ലാം പെട്രോൾ മാസും എല്ലാം വെച്ച് കാത്ത് ചുറ്റും നിൽക്കുക. ഞങ്ങളൊക്കെ ആ യോഗത്തിലുണ്ട്. നിൽക്കുമ്പോൾ ഒരു പറഞ്ഞ സമയമായപ്പോ പുള്ളിക്കാരത്തി അടിപെടാന്ന് നിലത്ത് താഴെ വീണു. താഴെ വീണപ്പോ തന്നെ തൊട്ടടുത്ത് നിന്ന ഒരു വലിയ പച്ച പ്ലാവിന്റെ കായുള്ളൊരു കമ്പ് ഒടിഞ്ഞ് താഴെ വീണു. ആ കാരണം താഴെ വീഴുകയും ഓടിച്ചിട്ടു. അമ്മ പിന്നെ ബോധം കിട്ട് താഴെ വീണിട്ട് പ്രാർത്ഥിച്ച് അവർ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ആ ദേശത്ത്, കുമ്പളാമ്പിയ ദേശത്ത് ഒരു വലിയ ഉണർവ്. ആ യോഗം ഇങ്ങനെ നടന്ന് കുറെ ആയപ്പോൾ അന്ന് മേക്കൊഴുവിലെ ഷാരോനി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, MJ ശാമുവൽ സാർ. അറിയാം. പുള്ളി ചെല്ലക്കാടുള്ളതാണ്. പുള്ളിക്കാരൻ മേക്കൊഴുക്കാരനാണ്. പുള്ളി അവിടുത്തെ സഭയുടെ പ്രവർത്തനം നടത്തുന്ന കാലമായിരുന്നത്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു ഇവിടെ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം അറിഞ്ഞുകൊണ്ട് MJ ശാമുവൽ പാസ് കുമ്പളാമ്പ് വന്നു. അങ്ങനെ സംസാരിച്ചൊടുവിൽ പിന്നെ ഒരു വലിയ യോഗം പിന്നെയും വെച്ചാണ് പിന്നെ മാങ്ങാനം അപ്പച്ചനെ കൊണ്ടുവന്ന് പകലെല്ലാം കാത്തിരിപ്പ് യോഗവും രാത്രിയില് നമ്മുടെ
പിന്നെ PM ജോൺ പാസ് ഇല്ലേ, PM ജോൺ പാസ് ഷാരോനിലെ പ്രസിഡന്റ്, പുള്ളിയുടെ അമ്മായിയപ്പനുണ്ടായിരുന്നു MD ജോർജ്. നമുക്ക് നല്ല പ്രമാദനായ ഒരു അപ്പച്ചനായിരുന്നു. ആ പാസങ്ങൾ വന്ന് രാത്രി കൺവെൻഷൻ, പകൽ മാങ്ങാനപ്പച്ചൻ ഉപവാസ പ്രാർത്ഥന, രാത്രി ഈ അപ്പച്ചന്റെ കൺവെൻഷൻ. ഇങ്ങനായി ഏതാണ്ട് 40 പേര് അന്ന് അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ അവിടെ ഒരു വലിയ ഉണർവുണ്ടായി. ഷാരോന്റെ പ്രവർത്തനം ഞങ്ങൾ അവിടെ ആരംഭിച്ചു. അങ്ങനെയാണ് കുമ്പളാമ്പയിലെ ഷാരോന്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അങ്ങനെ കുമ്പളാമ്പയിലെ ഷാരോൻ പ്രവർത്തനം ആരംഭിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പോകും. യോഗം കഴിയുമ്പോൾ ഒന്നുമില്ലല്ലോ, നടന്നാ വരുന്ന കുമ്പളാമ്പയിൽ നിന്ന് ഞങ്ങളിങ്ങനെ വടശ്ശേരിക്കര വരെ നടന്നു വരും. അന്നൊക്കെ പിടിയേരിയുണ്ട്. ആ പിടിയേരിയുടെ കാര്യം പിന്നിപ്പാസൊക്കെ അറിയാമല്ലോ. പിടിയേരിയൊക്കെ വായിക്കും. അതൊക്കെ ഉള്ള അന്നത്തെ വരുമാനം. പിന്നെ ഒന്നുമില്ല. വീട്ടിൽ കൊണ്ടുവന്ന് ആകെ അനച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുടിക്കും. പിന്നെ അപ്പച്ച യോഗത്തിന് പോവും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇവിടെയൊക്കെ അരീക്കക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 1 ഹെക്ടർ ഭൂമി ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.25 ഏക്കറാണ്. സ്വപ്നം പോലും കാണാത്ത ഒരു അന്തരീക്ഷമായിരുന്നത്. ഒന്നുമില്ലാത്തടത്ത് കിടന്നിടത്തുന്ന ദൈവം 2.25 ഏക്കർ സ്ഥലം. അപ്പൊ ഞങ്ങൾ അന്നും ഇന്നും ഓർക്കുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാതെ ഞെരുങ്ങിക്കുന്നത് കാലത്തൊക്കെ ഞങ്ങളുടെ കട്ടതയും പട്ടിണിയും കാണാൻ വയ്യാതെ ഞങ്ങളുടെ അമ്മ ഒരിക്കൽ രാവിലെ തൊട്ടടുത്തോടൊരു മുതലാളിയുടെ വീട്ടിൽ ചെന്ന് കപ്പ ചോദിച്ച കാര്യമൊക്കെ എപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയിലുണ്ട്. കയ്യിലുണ്ടായിരുന്ന തൊട്ടുപോടുത്തോടെ ഒരു സഞ്ചിയായിട്ട് ചെന്നു. അപ്പൊ ആ മുതലാളി ആ പൈസ വാങ്ങിച്ചു പറഞ്ഞു, പൊടിയമ്മേ ഈ പൈസയ്ക്ക് കപ്പ തരാനില്ല എന്ന് പറഞ്ഞാൽ ആ അളവിനുള്ള പൈസ ഇല്ല. ആ ബെറിഞ്ചാക്കുമായിട്ട് വന്ന് വീട്ടിലോട്ട് കയറി വീണ് കിടന്ന ഒരു സംഭവമൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ അരീക്കക്കാവി വസ്തു കിട്ടുമ്പോൾ ഞങ്ങള് അന്ന് കുമ്പളാമ്പലുള്ള ഞങ്ങളുടെ വിശ്വാസികളെല്ലാം കൂടി വന്ന് ഇവിടെ മൊത്തം കിളച്ച് കപ്പയിട്ടിട്ട് ഇടവിളയായിട്ട് നെല്ലും വിതച്ചു. അങ്ങനെ ആ വർഷം ഇഷ്ടം പോലെ നെല്ല് കൊയ്തെടുക്കുകയും ഇഷ്ടം പോലെ കപ്പ പറിച്ച് വാട്ടി ചാക്ക് നിറച്ചു വെച്ച അനുഭവം ഞങ്ങൾക്കുണ്ടായി. അന്നേരമൊക്കെ ഓർക്കും ദൈവം ആർക്കും കിടക്കുക. ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും അന്നും ഇന്നും വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ കാടും മേടും നിറഞ്ഞ സ്ഥലമാണ്. വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കൃഷി ചെയ്ത് ഞങ്ങളെ സഹായിക്കാൻ ഇഷ്ടംപോലെ കുമ്പളാമ്പേന്ന് വിശ്വാസികൾ വരും. അന്നിവിടെ പുല്ലുകൊണ്ടൊരു ഷെഡ് ഉണ്ടാക്കി അവിടെ പാർത്തത്. പുല്ലുകൊണ്ടൊരു ഷെഡ് ഉണ്ടാക്കി. അപ്പച്ചൻ അന്ന് കൃപാപര ശുശ്രൂഷ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഷെഡിനകത്ത് പ്രാർത്ഥന ആരംഭിച്ചു. ഇതിന് ചുറ്റുവട്ടത്തിലുള്ള ഈ കിട്ടിയ സ്ഥലത്തിന് വെളിയിലുള്ള ആളുകൾ, ചുരുക്കത്തിൽ ചുറ്റാറ് മുതൽ ഇങ്ങനെ വടശ്ശേരിക്ക് വേണ്ടി ആളുകൾ കേട്ട് ഒരു നല്ല കൂട്ടം ഇവിടെ വന്നുകൂടി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആ പുല്ലുവരയ്ക്കകത്ത്. അതിങ്ങനെ വളർന്നിട്ട് അത് ഷാരോനുമായിട്ട് ബന്ധപ്പെട്ട് അരീക്കക്ക് മണിയാറ്റും ഞങ്ങളൊരു ഷാരോന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നും ഒരു പാസ് കുടുംബമായി താമസിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹോളും പാഴ്സനേജും നല്ലൊരു ദൈവദാസൻ അവിടെ ശുശ്രൂഷിക്കുന്നു. കുമ്പളാമ്പയിലും അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ആത്മാക്കളെ ദൈവം നൽകി. ആ പുല്ലുവരയൊക്കെ മാറി പിന്നെ ഓലമേഞ്ഞവരയായി. ഓലമേഞ്ഞവര ഒരു കാര്യം കഴിഞ്ഞപ്പോൾ കുമ്പളാമ്പൂർ വടശ്ശേരിക്ക് ഒരു സ്കൂളിന് തീ പിടിച്ചപ്പോൾ അന്നത് ഈ ചാക്ക് ഷീറ്റ്, പണ്ടത്തെ ചാക്ക് ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ചാക്ക് ഷീറ്റും കൊണ്ടാണ് അന്ന് ആ സ്കൂളിന്റെ ചില ഭാഗങ്ങൾ ഉണ്ടാക്കിയത്. ആ സ്കൂളിന്റെ മുതലാളി ഞങ്ങളുടെ അപ്പച്ചനെ വിളിച്ചു, നത്താച്ച ഒരു കാര്യം ഈ ചാക്ക് ഷീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ടാറുമല്ല നമ്മുടെ ചേർച്ചസ് ഉണ്ടാക്കുന്ന ഷീറ്റാ. ആസ്പെറ്റോസിന് പകരം അന്നുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അതെടുത്തോണ്ട് വന്ന് പിന്നെ ഈ ചാക്ക് ഷീറ്റും കൊണ്ട് കുറെ നാള് വീട്ടിൽ മേഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പുല്ലുവര മാറി, പിന്നെ ഓലപ്പരയായിട്ട് അത് മാറി, പിന്നെ ചാക്ക് ഷീറ്റും കൊണ്ടുണ്ടാക്കി. അതും കാലം കഴിഞ്ഞപ്പോൾ അഴുക്കായി മാറി. പിന്നെ അത് ഓടും ഷീറ്റും കൂടി ഇട്ടു. ഒരു ദിവസം ഞങ്ങള് സഭായോഗത്തിന് അന്ന് നീലുവിലാവിലാണ് അന്ന് ശുശ്രൂഷിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം. അപ്പൊ ഞങ്ങൾ നീലുവിലാവ് രാവിലെ ശുശ്രൂഷിക്ക് പോകാനായിട്ട് തുടങ്ങി. മേരിക്കുട്ടി എഴുന്നേറ്റ് കാപ്പിയുടെ അടുക്കളയിൽ പോയി. ഞാൻ ആ മുറിക്കകത്ത് ആ കട്ടിലെ തന്നെ എഴുന്നേറ്റിരുന്ന്
ഒരല്പസമയം കൂടെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു കുറെ സമയം കഴിഞ്ഞ മഴക്കാലമാണ്. ഒരു വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ മേരിക്കുട്ടി എഴുന്നേറ്റ് പോയ ഭാഗത്തോട്ട് ആ ബോളിൽ നിന്ന് ആ ബോർഡും കഴുക്കോലും എല്ലാം ഒടിഞ്ഞ് ഒന്നുമില്ല, എല്ലാം താഴെ വീണതായ ഒരനുഭവം. അന്ന് ഞങ്ങൾ സഭായത്തിന് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ സഹോദരങ്ങൾ വന്ന് ചുരുങ്ങി പറഞ്ഞാൽ അത് വീണ്ടും പണിത് മൊത്തം ഷീറ്റാക്കി. അങ്ങനെ തായ്പരയും തിണ്ണയെല്ലാം ഷീറ്റാക്കി ഇട്ട കുറേ കാലങ്ങൾ അവിടെ ഒരുപാട് രോഗശാന്തി, അത്ഭുതങ്ങൾ, പിതാവിന്റെ ശുശ്രൂഷ, എല്ലാ ചൊവ്വാഴ്ചയും നടന്ന യോഗങ്ങൾ അത്ഭുതമാ ദേശവാസികൾക്കെല്ലാം അറിയാം. അതിനുശേഷം 2002 ഞങ്ങളുടെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. സോറി, 2000 1-2 വർഷങ്ങൾ പാരലൈസായിട്ട് കിടന്നു. എങ്കിലും പ്രത്യാശ കുറഞ്ഞു പോകാതെ കുഞ്ഞുങ്ങളൊക്കെ കൈത്തണ്ടയിൽ വാരിയെടുത്ത് പ്രാർത്ഥിച്ച് 2000 ഈ ഭൂമിയിൽ നിന്ന് മാറി. ഞങ്ങളുടെ അമ്മച്ചി 2002 മാറ്റപ്പെട്ടു. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, 30/7/1980 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അത് പത്തനാപുരം പിടവൂർ പള്ളി വീട്ടിൽ പി ഡി മോസസ്, മാർത്ത മോസസ് ഇവരുടെ 2 മക്കളിൽ ഒരാള്. മൂത്തവളാണ് പറഞ്ഞല്ലോ. 4 ആൺമക്കൾ മരിച്ചു മാറിപ്പോയി. അതിനുശേഷം കിട്ടിയതാണ് മേരിക്കുട്ടി. ആ മേരിക്കുട്ടിയും എൻ്റെ ഇളയ ഒരു ജോൺസനും പുള്ളിക്കാരത്തി വിവാഹം കഴിച്ചു. സത്യത്തിൽ ഞാൻ ആ അപ്പച്ചനെ കണ്ടിട്ടില്ല, അപ്പച്ചനെ കണ്ടിട്ടില്ല. അമ്മച്ചി പിന്നെ അവരുടെ ആങ്ങള അങ്ങ് ബോംബെയിൽ ശുശ്രൂഷയ്ക്ക് അവർ കുടുംബമായി പോയി. അമ്മച്ചിയെ ഞങ്ങൾ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. 11 വർഷം കൂട്ടിലുണ്ടായിരുന്ന ഫിലിപ്പാസൊക്കെ വന്ന് ഇടയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത കാലം. നന്നായി നോക്കി പ്രതീക്ഷയോടും പ്രത്യാശയോടുമാണ് അമ്മച്ചി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഇവിടുത്തെ അപ്പച്ചൻ മരിച്ച 2000 തന്നെ മേരിക്കുട്ടിയുടെ അമ്മച്ചിയും അന്ന് മരിച്ചു. 2002 എന്റെ അമ്മയും മരിച്ചു. അങ്ങനെ അവരൊക്കെ പ്രത്യാശയോടെ ആ കരനാട്ടിൽ കയറി. ഇന്ന് ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. പറഞ്ഞതുപോലെ പുല്ല് വരെ മാറ്റി ദൈവം തന്നു. പിന്നെ ഓലയിട്ട വരെ തമ്പുരാൻ മാറ്റി തന്നു. ആ ചാക്ക് ഷീറ്റിട്ട വീടിന്റെ പേര് മാറ്റി തന്നു. അങ്ങനെ ഒരു 4-5 ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വിട്ട് ഒരു നല്ല ഭവനം ദൈവം ഞങ്ങൾക്ക് നൽകി. സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കൾ. മൂത്തവളെ ബ്ലസ്സിമോൾ, ജോമോൾ, അവൾക്ക് കൂട്ടായി കൊടുത്ത മോന്റെ പേര് വിനോദ്. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. അവര് കുടുംബമായി അബുദാബി പാർത്തുകൊണ്ട് അവർ ജോലി കർത്താവിന്റെ പേര് ആ വലിയ ചർച്ചാണ്. ആ ചർച്ചിന്റെ ഒരു സെക്ഷൻ മോനാണ് നോക്കുന്നത്. അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളും ജോലിയുമായിട്ട് കഴിയുന്നു. എൻ്റെ ഇളയ മോനാണ് ജോമാൻ, അവന്റെ ബ്ലസനും അവന്റെ ഭാര്യ ബാംഗ്ലൂരുകാരത്തിയാണ് ജെസിമോള്. അവർ ഇരുവരും UK പാർക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. ഏറ്റവും ഇളയ മകൻ കൊച്ചുമോനാണ് മാത്യു, അവന്റെ ഭാര്യ ബ്ലസ്സിമോൾ. അവർ ഇരുവരും സൗദി പാർത്തുകൊണ്ട് അവരും ആ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. ബ്ലസനാണെങ്കിൽ UK ചർച്ചിലെ അവിടെ സെൻട്രൽ സെക്രട്ടറി ആയിട്ടും അവിടുത്തെ കോർഡിനേറ്ററായിട്ടും ജോലി പ്രവർത്തിക്കുന്നു. എല്ലാം കൊണ്ടും ദൈവം മാന്യമായ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ ശുശ്രൂഷ വേലയ്ക്ക് സഭാ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ലെങ്കിലും മാന്യമായ കർത്താവിനെ സേവിച്ചു പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾ ചെയ്തെടുത്ത പ്രവർത്തിക്കെല്ലാം കർത്താവ് പ്രതിഫലം നൽകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക്. സത്യം പറഞ്ഞാൽ അത് ഓർത്തോർത്ത് പറയാനൊന്നും എന്നെ കൊണ്ട് ഒക്കുന്നില്ല. ഇപ്പം 73 വയസ്സോളം ഉണ്ട്. പല കാര്യവും എനിക്കത് ഓർത്ത് പറയാൻ. ഞാനെനിക്കാണ് ജോസിമോനെ വീട്ടിൽ വരുമ്പോൾ ഒരുപാട് കാര്യം അവൻ ഓർത്തോർത്ത് പറയും. എനിക്കതൊന്നും ഓർമ്മയും വരത്തില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഏതാണ്ട് 1983-75 ഞാൻ മണക്കാല ബൈബിൾ കോളേജിലോട്ട് പോകുന്നത്. ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം അന്ന് പ്രീ ഡിഗ്രി അത് കോളേജിലാണ്. ഇന്ന് +2 പോലല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ പിന്നെ കാതോലിക്കൽ കോളേജിൽ 2 വർഷം പോയി. അതിനുശേഷം അതിന്റെ കോഴ്സ് കഴിഞ്ഞ ശേഷം 75 ഞാൻ ഇവിടുന്ന് മണക്കാലായിലേക്ക് പോയതാണ്. 75 മുതൽ 79-80 വരെയുള്ള 4 വർഷം അവിടെ BTH പഠിച്ച് പാസ്സായി. ആ വർഷം തന്നെ
ഞാന് നോർത്ത് ഇന്ത്യയിൽ ബീഹാറിൽ പിന്നെ ഇവിടെ ഈ നേപ്പാളിന്റെ അടുത്തൊരു സ്ഥലത്ത്, ബീഹാറിന്റെ അങ്ങേ അറ്റത്ത് ഫോർബിസ്കഞ്ച്, അവിടെ പോയി ഒരു സ്കൂളിലാണ് ജോലി നോക്കിയത്. സ്കൂളും അതോടെ തന്നെ ഒരു മിനിഷൻ സ്കൂളാണ്. ആ സ്കൂൾ അവരുടെ ചർച്ചിന്റെ ചുമതലയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് വിവാഹം കഴിക്കുന്നത് 1980. ഇതിൽ ഞങ്ങൾ 2 പേരും പോയി ചില വർഷങ്ങൾ അവിടെ പാർത്തു. ഒരു ദിവസം ഒരു ദൈവദാസൻ, എവിടുന്നാന്ന് അറിയത്തില്ല, എവിടുന്നാന്നും അറിയത്തില്ല, ഒരു ദൈവദാസൻ അവിടെ വന്നു. മുമ്പേ പിന്നിപ്പാസ് അമ്മച്ചിയുടെ കാര്യം പ്രാർത്ഥിച്ചു പറഞ്ഞതുപോലെ ഞങ്ങളോട് പറഞ്ഞു, ഈ കാര്യം ഇവിടുന്ന് ഈ ശുശ്രൂഷയാണെന്നുള്ള വ്യാജേന എന്ന് പറഞ്ഞാല് പഠിപ്പീരാണ് മുഖ്യഭാഗവും. അപ്പൊ അതുകൊണ്ട് ഇത് വിട്ട് പൂർണ്ണ സമയം കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ, അന്ന് ഞങ്ങൾക്ക് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചില വർഷങ്ങൾ, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിട്ടിറങ്ങി. എങ്ങനെ ഷാലോനുമായിട്ട് ബന്ധപ്പെട്ട് 83 ഞങ്ങള് ഹൈറേഞ്ചിൽ ഒരു സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് ദൈവം ഞങ്ങൾക്ക് 4 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് മൂത്ത മോളെ കിട്ടിയത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് ഞങ്ങൾക്കുള്ളത്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം 83 മുതൽ ഇന്നിപ്പോ 25 ഏതാണ്ട് 43 വർഷങ്ങൾ ദൈവം ശുശ്രൂഷയിൽ ഞങ്ങളെ സഹായിച്ചു. ഒരു ശ്രേഷ്ഠതയും പ്രത്യേകതയും ഉള്ളത്, ഞങ്ങൾ ഇരുന്ന സഭകളിലൊന്നും പിന്നെ ഞങ്ങളെ വേണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. ഈ ഫിനിപ്പാസ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, 92 ഞങ്ങൾ 4 വർഷം ഇരുന്നിട്ട് അവിടുന്ന് എവിടെയോ ഒക്കെ പോയി മാറിപ്പോയി. പിന്നെ ഏതാണ്ട് 2017 വീണ്ടും ഞങ്ങൾ 2ാം പ്രാവശ്യം ഏഴൂലി വന്ന അവിടെ 5 വർഷം, അങ്ങനെ 8-9 വർഷങ്ങൾ ഏഴൂലുമായിട്ട് ബന്ധപ്പെട്ട കാലം ഓർക്കുന്നു. അങ്ങനെ സാധാരണക്കാരെ രണ്ടാമത് വിളിക്കുന്ന ഒരു സംഭവം വളരെ കുറവാ, വിശേഷിച്ച് ഏഴൂലിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ദൈവം അങ്ങനെ ഒരു വലിയ ആദേശത്തിൽ ഒരു ഉണർവിന്റെ കാലമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞങ്ങളെ അവിടെ സഭ പണിയാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ സാമ്പത്തികം കുറവാണ്. വളരെ ആരംഭമിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നാൽ ഇന്ന് അവിടെ ഇരിക്കുന്ന ബിജു ഏടൂലി, അന്ന് ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനപ്പെടുത്തിയതും ബൈബിൾ കോളേജിൽ പറഞ്ഞയച്ചതും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടതും ഒക്കെ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ഞാൻ അവിടെ സങ്കീർത്തനങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴെല്ലാം ബിജു പാസ് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ഒന്നിടാതെ എല്ലാം കുറിച്ചെടുക്കും. എന്നോട് പറയുമായിരുന്നു, പാസേ ഇതൊരു പുസ്തകമാക്കി കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പിന്നത്തേതിൽ താൻ ശുശ്രൂഷിക്കുന്നേ കാണുമ്പോൾ കണ്ണു നിറയാറുണ്ട്. അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യുന്നു ആ സഭ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ഉള്ളിൽ വലിയ ഒരു സന്തോഷമുണ്ട്. കാരണം ധാരാളം ആളുകൾ അവരുടെ ആ ആരാധനയെല്ലാം വാട്സപ്പിനകത്ത് ഫേസ്ബുക്കിനകത്ത് വരും. ഞാൻ സാധാരണ കാണാറുണ്ട്. ദൈവം ആ സഭയും അനുഗ്രഹിക്കട്ടെ എന്നോർക്കുന്ന. വിശേഷാൽ ഫിനിപ്പാസയുടെ പിതാവ് ഒരു ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറിയ നാളുകൾ കർത്താവിന്റെ വേറെ ആസാമിലും ഒക്കെ ചെയ്തു. കിടപ്പിലായ നാളുകളെല്ലാ ചൊവ്വാഴ്ചകളും ഞങ്ങൾ ആ വീട്ടിൽ പോരുന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം ഇപ്പോൾ ഓർക്കുന്നു. അങ്ങനെയുള്ള മക്കളെ ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല. ഇന്ന് ശ്രേഷ്ഠമേറിയ പദ്ധതിയിലൂടെ അവരെ നടത്തുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. അതുപോലെ തന്നെ മോനായി ICPFന്റെ പ്രധാന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന സമയത്ത് പപ്പായാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നു വിടുന്നത്. സാമ്പത്തികം എല്ലാം ഓരോ കവറിനാക്കി ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ മമ്മിയുടെ സാന്നിധ്യത്തില് എല്ലാം ചെയ്തു തരുന്നതൊക്കെ ഞങ്ങൾ ഓർത്ത് ഒത്തിരി ദൈവം. ICPF CEM ഞാനത് പറയാം പാസ്റ്ററെ. പറയാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു പാസ്റ്റർ ആദ്യ കാലങ്ങളില് ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്ക് തയ്യാറായിരുന്നോ പാസ്റ്റർ? അങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യണം എന്നുള്ളത് തയ്യാറായിരുന്നു, അതോ ജോലിയോടുകൂടെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം? ഞാന് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അപ്പച്ചൻ ശുശ്രൂഷകനായിരുന്നല്ലോ. ഏറിയ നാളുകൾ ഞങ്ങളെല്ലാം കണ്ടാ വളർന്നത്. നിന്ന പരിഹാസം, ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടേത് കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ ഒരു വ്യംഗ്യമായ ഭാഷ, ഇതെല്ലാം നമ്മൾ കണ്ടാ വളർന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാല് സുവിശേഷ വേല അങ്ങനെ ഫുൾ ടൈം ചെയ്യണമെന്നൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല.
ഇത് കഴിഞ്ഞാൽ അപ്പച്ചന്റെ കൂട്ട് ഇങ്ങനെ ഒരു ഭാരപ്പെട്ട അനുഭവത്തിലൂടെ പോകാതെ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അക്കൂട്ടത്തിൽ വേറെ ചെയ്യാമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് 79 പഠിച്ചിറങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ HBAയിലെ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ദൈവദാസൻ, അദ്ദേഹം ഈ പൂങ്കാവുകാരനാണ്. അദ്ദേഹം പിന്നെ നടത്തുന്ന ഒരു എബനേസർ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറഞ്ഞോണം ബീഹാറിലെ. ആ കുടുംബമായിട്ട് ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബമായിട്ട് ഞങ്ങളുടെ അപ്പത്തിന് വളരെ ബന്ധമുണ്ടായിരുന്നു. അവരിപ്പം അമേരിക്കയിലാണ്. അപ്പം അങ്ങനെയാണ് അവരുടെ കൂടെ ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നപ്പോഴറിഞ്ഞത് അതൊരു ഫ്രോഡ്, അവന്റെ കാര്യമായിട്ടൊന്നും അല്ല. ഇങ്ങനെ ചെന്ന് ഇവിടെ പഠിപ്പിക്കും. അവിടെ ഒരു ചെറിയ ആംഗ്ലിക്കൻ ചർച്ച പോലുണ്ടോ, അവിടെ പോയി ചുമ്മാ കേട്ടോണ്ടിരിക്കും, വരും. സുവിശേഷ പോലൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. ഈ സമയത്താണ് മുമ്പേ പറഞ്ഞ പ്രവാചകൻ വന്ന് പറഞ്ഞത്, ആ സമയത്ത് മക്കളില്ലാതെ സമയത്ത് നീ ഇത് വിട്ടിറങ്ങി ഫുൾ ടൈം ജോലി കർത്താവിന്റെ വേല ചെയ്താൽ തലമുറകൾ നൽകുമെന്ന് പറഞ്ഞ് അങ്ങനെ 4 വർഷത്തിന് ശേഷം 5-ാം വർഷമാണ് ദൈവം ഞങ്ങൾക്ക് മോളെ തരുന്നത്. അങ്ങനെയാണ് ഫുൾ ടൈം ആയിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, പക്ഷെ എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്ത അമ്മയ്ക്ക് പറയാം കേട്ടോ. പ്രത്യേകിച്ചും ജീവിതാനുഭവങ്ങൾ, മറക്കാനാവാത്ത ഓരോ അനുഭവങ്ങളും പറയാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് അനുഗ്രഹമാണല്ലോ. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ അനുഭവങ്ങളും പറയാം. അപ്പച്ചൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ട ദൈവപ്രവർത്തികൾ അതൊക്കെ പറയാം, ചുരുക്കമായിട്ടാണെങ്കിലും പറയാം. സ്തോത്രം. അങ്ങനെ ഞങ്ങള് അപ്പച്ചനോടൊപ്പം ഇങ്ങനെ കടന്നുപോയി പ്രവർത്തിക്കുക. അപ്പൊ എല്ലാവരെക്കാളും ഒരു പ്രത്യേകത എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, എല്ലാ കുഞ്ഞുങ്ങളും പാഴ്സലിഞ്ഞ് പാർക്കുന്നു, പോകുന്നു, വരുന്നു, എങ്ങനെയുള്ള. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അപ്പച്ചന് ഈ മെയിൻ ആളുകളുമായിട്ടെന്ന് പറഞ്ഞാൽ അതിന് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുമായിട്ടാണ്, നമ്മുടെ സഭയുടെ പ്രധാന ആളുകളുമായിട്ട് ഇരിക്കുന്ന സ്ഥാനത്താണ് അപ്പച്ചൻ നിൽക്കുന്നത്. അപ്പച്ചന് അതുപോലെ പിന്നെ ചർച്ച് ബോർഡിന്റെ ഒരു കൗൺസിൽ മെമ്പർ കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ഇടപെടാനുള്ളതായ ഒരു സാവകാശം കർത്താവ് എനിക്ക് നൽകി. അവിടെയുള്ള എല്ലാ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലും പിന്നെ വൈപ്പിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഞാനും ഇതുപോലെ 73 തോന്നുന്നു ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായി പോയി. എന്നെ SABC ചേർക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചപ്പോൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു ആന്റിക്ക് പെട്ടെന്ന് അവരുടെ നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് പെട്ടെന്ന് വെറുതെ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ അടുത്ത് ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു ബൈബിൾ സ്കൂളായിരുന്നു, അവിടെ എന്നെ കൊണ്ടാക്കി. അങ്ങനെ അവിടെ പഠിച്ചു. ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ്, അവിടെ നിന്ന് പഠിച്ചു. വളരെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാനൊക്കാത്ത ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് എന്നെ അവിടെ വെച്ച് പഠിപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ അവിടെ എനിക്ക് ദൈവം നല്ല നല്ല സ്ഥാനങ്ങൾ കർത്താവ് എനിക്ക് നൽകി. അവരോടൊപ്പം പ്രവർത്തിക്കുവാനൊക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഒരു കോറിന്റെ കൂട്ടത്തിൽ എന്നെയും അവരാക്കി. അതിനുശേഷമായിട്ട് അവിടെ ഞാൻ പഠിച്ചു തീരുന്നതിന് മുൻപായിട്ട് 76 മുൻപായിട്ട് തന്നെ അവിടെ ഒരു ടീം വർക്ക് നമ്മുടെ കേരളത്തിലേക്ക് വെച്ചിരുന്നു. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ദൈവം ഇല്ലായ്ക കൊണ്ട് ഞങ്ങളുടെ ലൈബ്രറിയിലായിരിക്കുന്ന ആന്റിയുടെ കൂടെ പോകാനായിട്ടൊരു സിസ്റ്ററിനെ കൂടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെന്നെ തിരഞ്ഞെടുക്കുവാനിടയായി. എനിക്ക് വളരെ ഭാരം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ സ്വന്തം സഹോദരങ്ങൾ ഒന്നിച്ച് പോയാൽ പോലും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുന്ന നാടാണല്ലോ നമ്മുടെ നാട്. അതുകൊണ്ട് ഞാൻ വളരെ ഭാരപ്പെട്ടു ദൈവസന്നിധിയില്. അങ്ങനെ വന്നു. അവരപ്പോൾ തന്നെ അത് സമ്പൂർണ്ണമായിട്ട് അവരിതിനെ തെരഞ്ഞെടുത്തവരുടെ കൂടെ 3 മാസം പോയി പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവ് കൃപ നൽകി. ഒരു വിധത്തിലും നമുക്ക് ആ സ്ഥാനത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. ഇതൊന്നും ദൈവം എന്നെ ആ സ്ഥാനത്ത് കൊണ്ടു. അതൊക്കെ ഒത്തിരി വീഴ്ച പറയുന്നില്ല പാസ്റ്ററുകളെ. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, കൊറ്റനാട് നമ്മുടെ സഭയില് ഇപ്പോൾ ഇരിക്കുന്ന സുഗു പാസ്റ്ററുടെ ചേട്ടനും ഞങ്ങളോടൊപ്പം ടീമുണ്ടായിരുന്നു. സുഗു പുള്ളിക്കാരൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ ഒപ്പം ടീമിൽ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പഠിക്കുവാനിടയായി തീർന്നു. അതിനുശേഷമായിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്ന് ഞങ്ങൾ ഈ നിലയിൽ കർത്താവിന് പേരെ വർദ്ധിച്ചു വരാനിടയായി തീർന്നത്. ഇതിനിടയ്ക്ക് പല ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന് സാക്ഷിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയും കർത്താവ് കൃപ നൽകി. വിവാഹം കഴിഞ്ഞതിന് ശേഷമായിട്ട് കർത്താവ് സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശം ഞങ്ങൾക്ക് നൽകി. അപ്പോൾ തന്നെ 2 കുഞ്ഞുങ്ങളെ, മോളുടെ 2 കുഞ്ഞുങ്ങളും ജനിച്ചത് നമ്മുടെ എഴുവലി പാഴ്സനേജ് വെച്ചാണ്. അപ്പോൾ അവളുടെ ഇളയ മോനെ അവൻ പറയുമായിരുന്നു, നമ്മൾ എന്തിനാ ഇനി വേറെ ഒരിടത്ത് പോകുന്നു, ഇതല്ലേ നമ്മുടെ വീട് എന്ന് പറഞ്ഞ് കുഞ്ഞിന് പോകാൻ പോലും മനസ്സിലായിരുന്നു. അതുപോലെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ നാളൊന്നും മറക്കാനൊക്കത്തില്ല വർഷങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ആ ചുറ്റുപാടുമുള്ള എല്ലാ സംഘടനകളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യം എഴുതി തന്നു. നമ്മുടെ ജോയിച്ചാനും കുടുംബവും വന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തി. ഇത്രത്തോളം ദൈവം നിങ്ങളെ സഹായിച്ചു. ഇവിടം വരെ വരാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ലെന്നാൽ കർത്താവ് ഇത്രത്തോളം സഹായിപ്പാനിടയായി തീർന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മോഡ വിദ്യാഭ്യാസമൊക്കെ
നമുക്കറിയാമല്ലോ, സഭയിലെ വരുമാനം കൊണ്ടൊന്നും മോളെ ഒന്ന് ഡിഗ്രി ഹൈസ്കൂളിൽ വിടാനൊക്കത്തില്ലയോ, നേഴ്സിങ്ങിന് വിടാനൊക്കത്തില്ല. അപ്പൊ അവളിങ്ങനെ +2 കഴിഞ്ഞ ശേഷം ഞാൻ കോളേജിൽ പോകാന്ന് പറഞ്ഞു കോളേജിൽ പോയി. ഇംഗ്ലീഷിന് BA ഇംഗ്ലീഷിന് എടുത്തു. ആ ഇംഗ്ലീഷ് ഡിഗ്രി പത്തനംതിട്ട എടുത്ത് കഴിഞ്ഞ് നിൽക്കുക. 3 വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല. എന്തോ ചെയ്യണം, എവിടുന്ന സാമ്പത്തികത്തിന്റെ ഒരു കണിക പോലും കഴിഞ്ഞു. എന്ത് ചെയ്യണം, പെൺകുഞ്ഞല്ലേ, എന്താ ചെയ്യണം, ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരിക്കലും വിദേശത്തു നിന്നൊരു കോൾ എനിക്കുണ്ടായി. അത് ഫിലദൽഫിയയിൽ നിന്നാണ്. ആ പുള്ളിക്കാരത്തി നാട്ടിലുള്ളതാ, വടശ്ശേരിക്കലുള്ളതാണ്. ഇവിടെ അവരെ ബ്രദറുകാരാണ്. അപ്പൊ ആ വീട്ടില് ഞങ്ങളുടെ അപ്പച്ചൻ പോയി പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞതിന്റെ അനുസരിച്ച് അവൾ അമേരിക്കക്ക് പോയത്. മോളി എന്നുള്ള പേര്. അവൾ അമേരിക്കയിൽ ചെന്നു. അവിടെ മക്കളായി കുഞ്ഞുങ്ങളായി അവിടെ ജോലി നോക്കി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ കാര്യം ഓർമ്മ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ അന്ന് നാരങ്ങാനത്തിരിക്കുക. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തങ്കച്ച എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, ആൻറ്റി ഇതുപോലെ കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്, അവിടെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക, ഇപ്പൊ എന്തോ ചെയ്യണം, നേഴ്സിങ്ങിന് ആവശ്യം പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യും, നേഴ്സിങ്ങിന് പോകാൻ എത്ര പൈസ വേണം പറഞ്ഞു, കുഞ്ഞിനെ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് ചെലവില്ല. ചുരുക്കി പറഞ്ഞാൽ ആ വർഷങ്ങളാണ് അവിടെ ചെലവില്ല ഞങ്ങളിവിടെ കഴിഞ്ഞത്. ഏറ്റവും മാസമല്ലേ, അവര് തയ്ച്ച പൈസ കൊണ്ടാണ് ഞങ്ങൾ ആ കുടുംബജീവിതം ഉണ്ടാകുന്ന കഴിഞ്ഞത്. അങ്ങനെ വിജയകരമായി അവള് 4 വർഷം BSc നഴ്സിംഗ് കഴിഞ്ഞു. BSc നഴ്സിംഗ് കഴിഞ്ഞ് പിന്നെ ബോംബെയിലൊക്കെ വന്നത്. അങ്ങ് പലയിടത്തും ജോലി നോക്കി. തമ്പുരാന്റെ കൃപ കൊണ്ട് അവള് പരീക്ഷ എഴുതി പാസ്സായിട്ട് ഇപ്പോൾ അവള് അബുദാബി ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് 5 പൈസ ഇല്ലായിരുന്നിടത്തെല്ലാം തമ്പുരാൻ പുതുപുതു വഴികളെ തുറന്ന് കർത്താവിന്റെ വേലയാണല്ലോ. ആവിധ പാടിയൊരു പാട്ട് ഞങ്ങൾ പലപ്പോഴും ഓർക്കും. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നിരിക്കുന്നു. അടുത്തത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമൊരുക്കും ഞാൻ കണ്ടിട്ടില്ല എന്ന് വായിക്കുന്നത് പോലെ ഒരുപാട് പട്ടിണി, ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ച നാളുകൾ. എന്നാൽ അതെല്ലാം കർത്താവ് മാറ്റി. ആവശ്യമുള്ള നന്മകളെല്ലാം കർത്താവ് നൽകി. കുഞ്ഞുങ്ങളെല്ലാം ആത്മീയതയിലും ഭൗതികതയിലും വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടവരുത്തി. മോനെ അവന്റെ ഭാര്യ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരുകാരത്തിയാണ്. അവള് പരീക്ഷ എഴുതി, OET എഴുതി, UK പോയി. മോനും ആശ്രിത വിസായി പോയി. അവനും ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. അവർ വളരെ സന്തോഷമായിട്ട് പോകുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് ഒരു 6 മാസം UK പോയി കുഞ്ഞുങ്ങളോടൊത്ത് പാർക്കാൻ. അങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത ലോകത്തിലെ നെറുകയിലുള്ള രാജ്യമല്ലായിരുന്നു അതൊക്കെ. നമ്മളെയൊക്കെ പഠിച്ച രാജ്യം ലണ്ടൻ, ഇംഗ്ലണ്ട്. അവിടെ ഞങ്ങൾ ഒരു 6 മാസം പോയി അവിടെ പാർത്തു സമയത്ത് ആരെയും പരിചയമില്ലെങ്കിലും ഒരാള് റാന്നിക്കാൻ ഒരു ദൈവദാസൻ അവിടെ ഉണ്ടായിരുന്നു. ആ ആളിനെ ഒരു പരിചയപ്പെട്ട് അവിടെ പോയി 3 ദിവസത്തെ യോഗം നടത്തി. 3 ദിവസം വലിയ സഭയാണ്. 450 പേര് കൂടുന്ന സഭയാണ്. ആ യോഗം കഴിഞ്ഞപ്പോൾ അവിടങ്ങളിലെല്ലാം കുറെ മീറ്റിങ്ങുകൾ ആ ദൈവദാസന്റെ ഗൗരവത്തിൽ കിട്ടി. അങ്ങനെ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ. മുൻപേ പറഞ്ഞതുപോലെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആളായിരുന്നു TM സാറിന്റെ ഒരു കൊച്ചുമകൻ ഇപ്പൊ അവിടുത്തെ UK ഓവർസിയറാ, ജോ കുര്യൻ എന്ന് പറയും, മാസ്റ്റർ ജോ കുര്യൻ. ഞങ്ങളൊരിക്കൽ യാദൃശ്യമായി കണ്ടു, പരിചയപ്പെട്ടപ്പോൾ PD മോസസ് പാസ്റ്ററുടെ മകളാന്ന് പറഞ്ഞ പുള്ളിക്ക് വലിയ സന്തോഷം. ഞങ്ങളെ വീട്ടിൽ കൈക്കൊണ്ടു, നന്നായി ട്രീറ്റ് ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിന് കേറോപ്പിൽ ധാരാളം യോഗങ്ങളും. അങ്ങനെ ഒരു രീതിയിലും ഞങ്ങൾക്ക് 6 മാസത്തിലൊരു ഭാരം തോന്നാതെ നല്ല സാമ്പത്തിക ഭദ്രതയോടെ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങളെ കർത്താവ് നാട്ടിൽ അയച്ചു. ആ സാമ്പത്തികം കൊണ്ടാണ് ഞങ്ങളിപ്പോ ശുശ്രൂഷിക്കുന്ന നീരാവിലാവിലെ സഭ ഞങ്ങൾ പണിതെന്ന് പറഞ്ഞാൽ ഒരു റീബിൽഡ് ചെയ്ത് എല്ലാം പോയി കിടന്നതാണ്. എല്ലാം ഇപ്പൊ പണിത് ഒരു 4 ലക്ഷം രൂപ മുടക്കി ഇപ്പൊ പണിത് നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു പൈസ പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ആവശ്യത്തിനെടുക്കാതെ അങ്ങനെ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. കുഞ്ഞുങ്ങളുടെ ഓരോ പഠനവും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ ആമക്കളെ ആരെയും വലിയ പൈസ കൊടുത്തൊന്നും പഠിപ്പിച്ചില്ല. അവരെല്ലാം പോളിടെക്നിക്കിലും ഒക്കെ
ആമേൻ പഠിച്ചതാണ്. എങ്കിലും തമ്പുരാനത്തിൽ ഉയർത്തി. കൊച്ചുമോൻ ഏറ്റവും ഇളയ മോനാണെങ്കിൽ ആദ്യം ഖത്തറിലെ നമ്മുടെ PM ജോർജ് പാസ്റ്ററുടെ മോനെ കൊണ്ടുപോയി അവിടെ ജോലി 3 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ പോരേണ്ടി വന്നു. എന്നാൽ പിന്നെ അവൻ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ഇന്റർവ്യൂവിൽ പാസ്സായി അവന് സൗദിയിലേക്ക് പോകുന്നത്. ഇന്ന് അവൻ ദൈവം സഹായിച്ച് ക്വാളിറ്റി കൺട്രോളിംഗ് ഇൻസ്പെക്ടറായിട്ട് ജോലി തന്നു. സാമാന്യം നല്ല ശമ്പളത്തോടു കൂടി അവന്റെ ഭാര്യയെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അവളിപ്പോ നാട്ടിൽ പ്രസവത്തിന് വന്നിട്ടുണ്ട്. അവളുടെ വീട് കോട്ടയത്താണ്, അങ്ങോട്ട് പോയിരിക്കുന്നു. ജൂലൈ മാസത്തിലാണ് അവളുടെ ഇവിടെ വെച്ചാണ്. ഇത്രയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം. മോടെ പഠിത്തം അങ്ങനെയായിരുന്നു. ആമ്പിള്ളാരുടെ പഠിത്തങ്ങൾ. ദൈവം എല്ലാവരെയും സഹായിച്ചു. ദൈവത്തെ സേവിക്കുന്നവനെ മറക്കാത്തൊരു ദൈവം. ദൈവത്തെ ആർക്കും കടക്കാനല്ലോ എന്ന് പറയാൻ ദൈവം ഒരുക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യാൻ ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ അമ്മാമ നിങ്ങളോടൊപ്പം ഇത്രയും സമയങ്ങളൊക്കെ വിനിയോഗിക്കാൻ കഴിഞ്ഞതിൽ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആരംഭകാലത്ത് 94, 95 വർഷങ്ങളിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയം, എൻ്റെ ഫൈനൽ ഇയർ, ഡിഗ്രിയുടെ ഫൈനൽ ഇയർ, ആദ്യമായിട്ട് എന്നെ ചർച്ചിൻ്റെ അകത്ത് ശുശ്രൂഷിക്കാനുള്ള അവസരം തന്നത്, ആദ്യമായിട്ട് പരസ്യത്തിന് ശുശ്രൂഷിക്കാൻ അവസരം തന്നത്. അതിനുശേഷം ശുശ്രൂഷയിൽ ഒരുവിധം ആളുകൾ എന്നെ ചർച്ചുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അന്ന് പലപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റാത്ത സമയത്ത് KM പീറ്റർ പാസ്റ്റർ എന്നെ പാസ്റ്ററുടെ സ്കൂട്ടറുടെ പുറകിലിരുത്തി എന്നെ ശുശ്രൂഷിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. അത് ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഈ കാലത്തൊന്നും ഒരു പാസ്റ്റർമാരും അങ്ങനെ ചെയ്യത്തില്ല. ചെയ്യുമോ പാസ്റ്റർ? നമ്മുടെ സഭയിൽ ഒരു വിശ്വാസിയെ പ്രസംഗിപ്പിക്കാൻ വേണ്ടി നമ്മൾ പെട്രോൾ അടിച്ച് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമോ? അത് പാസ്റ്ററെ ഇൻവൈറ്റ് ചെയ്തതല്ല, എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇന്ന ചർച്ചിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയത്തില്ല. അപ്പം പറഞ്ഞത് ഒന്നും പേടിക്കട്ടെ പോനെ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് മല്ലപ്പള്ളിക്ക് അപ്പുറം എങ്ങാണ്ട് ഒരു സ്ഥലത്ത് സ്കൂട്ടറിൻ്റെ പുറകിൽ വെച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോയി ശുശ്രൂഷിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടിരുന്നതൊക്കെ ആ ഒരു കൈത്താങ്ങൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പാസ്റ്റർ ഇരുന്ന ചർച്ചകളിലൊക്കെ ഒത്തിരി ദൈവദാസന്മാരെ, ചെറുപ്പക്കാരെ കൈത്താങ്ങൽ ചെയ്ത് സുനിൽ വേട്ടമല ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈയെടുത്ത് പിടിച്ചുയർത്തിയത്. അതെ, പമ്പാവലയിലിരിക്കുമ്പോൾ സുനിൽ പാസ്റ്റർ. വേറെ മനോജ് ടി കെ എന്ന് പറഞ്ഞ ഇപ്പൊ ഗോവയിൽ കട്ടാനും പേര്, ഗോവയിലമ്മ ഇവിടെ നമ്മുടെ ജോസിമോന്റെ അളിയൻ ഗോവയിലെ ന്യൂഡിയുടെ നല്ല ചുമതല നിൽക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദേവദാസ്, അതൊരു വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ തന്നെ അതിപ്പോ ബിജു ഒക്കെ ശുശ്രൂഷ ചെയ്ത് കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും. സംബ്രാൻ അതുപോലെ ഉപയോഗിക്കും. എല്ലാരും പറയും, ഓരോ കാര്യം പറയുമ്പോൾ പീറ്റർ പാസ്റ്റർ കാര്യം ബിജു ഇപ്പോഴും പറയും. പാസ്റ്റർ എന്താണെന്നറിയാമോ, ബിജു പാസ്റ്റർ, ബിജുചാൻ എന്ന് ഞാൻ വിളിക്കും. ബിജുചാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും സീനിയറാണ്. ഞാൻ കോളേജിൽ ഇലക്ഷനിൽ നിന്ന വർഷം, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ തന്നെ ഇലക്ഷൻ നിന്ന്. പക്ഷേ ബിജുചാൻ അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടൊക്കെ ഇലക്ഷൻ നിന്ന് ജയിച്ച ആളാണ്. ഞങ്ങൾ ഒരു പാനലില്ലായിരുന്നു. അപ്പോൾ ബിജുചാനൊക്കെ ഭയങ്കര രാഷ്ട്രീയത്തിലായിരുന്നു. സത്യത്തിൽ പാസ്റ്റർ ആ സമയത്ത് അവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾ ഈ വാട്ടപന്തക്കോസുകാരായിട്ട് പോയേനെ. പന്തക്കോസ് സഭയിൽ അംഗത്വമൊക്കെയുള്ള ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന, ചർച്ച് പൊളിറ്റിക്സുമായിട്ട് നടക്കുന്ന ആളുകളായിട്ട് പോയേനെ. പക്ഷെ പാസ്റ്റർ വന്നുകൊണ്ടുള്ള ഒരു ഗുണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റി. പാസ്റ്റർക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഞങ്ങളെ മുറിവേൽപ്പിക്കാതെ. സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നതെന്നറിയാം, ഈ ചെറുപ്പക്കാരങ്ങനെ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉടനെ പാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇവൻ റിബലാണ്, നീ തെറ്റാടാ എന്ന് തുറന്ന് പറയുന്ന ഒരു രീതി. അത് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നുണ്ട്, പാസ്റ്റർ എന്നെ കൊണ്ടൊരിക്കൽ നമ്മുടെ വനത്തിൻ്റെ അപ്പുറത്തുള്ള മണ്ണാർത്തറ സൈഡിലുള്ള വീടുകളിൽ പോയി. അത് വനത്തിൽ കൂടെ നടന്നാണ് പോകേണ്ടത്. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഫിനിമോൻ എനിക്കൊന്ന് കൂട്ടുവരണം, വനത്തിൽ കൂടെ മണ്ണാർത്തറ സൈഡിൽ പോകാനാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കൂട്ടുപോകാണ്ട് വനത്തിൻ്റെ നടുവിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോഴാണ് പാസ്റ്റർ എന്നോട് സംസാരിക്കുന്നത്. വനത്തിൻ്റെ നടുവിൽ എനിക്കിപ്പോഴും അത് ഭയങ്കര ഒരു ഓർമ്മയാണ്. വനത്തിൻ്റെ നടുവിലൂടെ ആ ഒരു മൺപാതയിലൂടെ നമ്മൾ രണ്ടുപേരും നടന്നു പോകുന്നപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങളും ഈ ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ പോയതാ, ഞങ്ങളും കോളേജിലൊക്കെ പഠിച്ചതാ, ഇതൊന്നും അല്ല ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ. അപ്പം എന്നെ പബ്ലിക്കലി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയല്ല, ആ വനത്തിൻ്റെ നടുക്ക് വെച്ച് നടന്നു പോകുമ്പോൾ പറയുന്ന അതെന്നെ ഒത്തിരി സ്പർശിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റത്തിൻ്റെ ഒരു ഒന്നാമത്തെ ഘട്ടം സംഭവിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മളങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് നടന്ന ആളാണെങ്കിലും പാസ്റ്റർ എന്നെ CM-ന്റെ ഒക്കെ ചുമതലകളിലേക്ക് കൊണ്ടുവരാൻ ഉത്സാഹിപ്പിച്ചു. അതെ അതെ CM-ന്റെ ജനറൽ കമ്മിറ്റി വരെ വരുവാൻ കർത്താവ്, ജനറൽ കമ്മിറ്റി സെക്രട്ടറി ആകുവാൻ വരെ കർത്താവ് കൃപ ചെയ്തു.
നമുക്ക് അങ്ങനെയൊക്കെ. അവിടെ ഒരുപാട് നമ്മൾ ഈ ക്യാമ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അതെ നമ്മുടെ അതെ, അവിടെ തന്നെ എത്രയോ നല്ല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് അന്നത്തെ കാലം. ഏറ്റവും ഗോൾഡൻ ടൈം എന്ന് പറയും. കർത്താവിന് വേണ്ടി ഭ്രാന്ത് പിടിച്ചോടിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പകാലം അതിനൊക്കെ കാരണമായി തീർന്നത് പാസ്റ്ററാണ്. പാസ്റ്റർ പ്രസംഗത്തിലെ പല ഡയലോഗുകളും ഞാൻ ഇപ്പോഴും ഓർക്കും കേട്ടോ പാസ്റ്ററെ. പാസ്റ്റർ പ്രസംഗത്തിലെ പല ഡയലോഗുകളും ഞാൻ ഇപ്പോഴും ഓർക്കും. പാസ്റ്റർ സ്ഥിരം പറയുന്ന ചില വാചകങ്ങൾ, ഒത്തിരി വിശുദ്ധന്മാരുടെ ഇടയിൽ വിശുദ്ധനായി ജീവിക്കാൻ എളുപ്പമാണെന്ന് പാസ്റ്റർ എപ്പോഴും പറയുമായിരുന്നു. അതെ, പലരും അങ്ങനെ വിശുദ്ധന്മാരുടെ ഇടയിൽ നമുക്ക് വിശുദ്ധനായി ജീവിക്കാം, പക്ഷേ അതെ. അതുപോലെ പാസ്റ്റർ പറയുന്ന ഒരു സെന്റൻസ് ആയിരുന്നു, തലമുറയില്ലാത്ത സഭ മച്ചിയാണ്. പാസ്റ്റർ സ്ഥിരം ഡയലോഗായിരുന്നു, തലമുറയില്ലാത്ത സഭ മച്ചിയാണ്. പാസ്റ്ററുടെ ആ ദർശനം പാസ്റ്റർ പ്രസംഗങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്ന. എപ്പോഴും അക്കാര്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഡിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് നമ്മൾ കനകപ്പത്തിരിക്കുമ്പോൾ തന്നെ ബ്രദറിലെ ഒരു നല്ല പ്രസംഗനുണ്ട്. ഇപ്പം പി എം ജോർജുട്ടി നമ്മുടെ CM-ലൂടെ വന്ന് വളർന്നതാ. എന്ന് പറഞ്ഞാൽ സൂപ്പർ CM ആയിരുന്നു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു. ഒരു ജോസ് കുട്ടി ഇപ്പൊ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു സാംലെറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഷാർലറ്റും ഒക്കെ എല്ലാരെയും ഓർക്കുന്നുണ്ട്. മിടുക്കന്മാരാ. ഇവിടെ ജോലിയൊക്കെ നല്ല, ബ്രദറിലാണെങ്കിൽ നല്ല ടോപ്പ് പ്രസംഗനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞ പോലെ സുനിൽ വേട്ടമല ഒക്കെ മറക്കാനാവാം. എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പാസ്റ്ററെ. പാസ്റ്ററൊക്കെ ആ ഏഴോലിൽ ഇരിക്കുന്ന സമയത്ത് ഏഴോലിലുള്ള ബാക്കി പെന്റിക്കോസ്റ്റൽ ചർച്ചുകളുടെ ഇടയിൽ ഒരു വലിയ സഹകരണം ഉണ്ടായി. നിങ്ങൾ പാസ്റ്റർമാരെല്ലാം കൂടെ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അവിടുത്തെ IPC ആണെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആണെങ്കിലും WME ആണെങ്കിലും ആ അയൽ സഭകളിലെ പാസ്റ്റർമാരെല്ലാം കൂടെ കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. സഭകൾ തമ്മിലുള്ള മത്സരം ഇല്ലാതാകുന്നു. അത് ഞങ്ങളിലേക്ക് പകരുന്നു. ഞങ്ങള് യുവജനങ്ങള് അയൽ സഭയിലുള്ള എല്ലാ പെന്തക്കോസ്തൽ ഡിനോമിനേഷനിലെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പരിശോധന നടത്തുന്നു. അതിനകത്ത് ഷാരോൻ്റെയോ IPCയുടെയോ AGയുടെയോ WMEയുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ. അന്ന് എനിക്ക് തോന്നുന്നു കരമേലിയിലെ നമ്മുടെ രാജപാസ്റ്റർ, ഇന്നത്തെ IPCയിലെ പാസ്റ്ററാണ്, രാജപാസ്റ്റർ വീട്ടിലാണ് അന്ന് എല്ലാവരും കൂടെ കൂടുന്നത്. ഞങ്ങൾ ചെറുപ്പക്കാര് എല്ലാ ഡിനോമിനേഷനിലെ കുട്ടികളും ഉണ്ട് അതിനകത്ത്. അതൊക്കെ എന്തൊരു കാലമായിരുന്നു പാസ്റ്ററെ. എല്ലാ സഭകളും ഒന്ന് കൂടെ പോകുന്ന അവിടെ IPC ഇരുന്നത് PK തോമസാ. അതെ അതെ. താഴെ AGയിൽ ഇരുന്നത് ജോടുകുട്ടി പാസ്സാ. അതെ, അങ്ങനെ കുറെ പാസ്റ്റർമാർ തമ്മിലുള്ള ഒരു സഹകരണം അല്ലേ. പിന്നെ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ പാസ്റ്ററെ. കർത്താവ് നൽകിയ വിടുതലുകളോ സൗഖ്യമോ ഒക്കെ എനിക്ക് രണ്ടുപേർക്കും പറയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലായെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. തീർച്ചയായിട്ടും മനയാപം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. ഈ ശുശ്രൂഷയിലുണ്ടായിട്ടുള്ള ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചവരെ ഉയർത്താനും, മാമയാണെങ്കിൽ അറിയാമല്ലോ, സൺഡേ സ്കൂളിന് എല്ലാ കൈത്താക്കൽ കൊടുക്കുന്ന ഒരാളാ. പിള്ളേരുടെ ആക്ഷസോങ് പഠിപ്പിക്കുക. നമ്മുടെ വാർഷികമൊക്കെ ഓർക്കുന്നില്ലേ? നല്ല നല്ല കിടിലൻ വാർഷികളൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ ഓർക്കുന്നു. പിന്നെ മക്കളെ ഏറ്റെടുത്തിരിക്കുക കൂടുതലായിട്ട്. കുഞ്ഞുങ്ങളത് ചെയ്യുന്നുണ്ട്. സൺഡേ സ്കൂളിലെ പിള്ളേർ ആക്ഷസോങ് പഠിപ്പിക്കുന്ന മോളും കുഞ്ഞുങ്ങൾ രണ്ടുപേരും അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പഴയ ബുക്കെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ 3 പേർക്കും ഓരോ ഇത്ര ഉള്ള ഡയറി വാങ്ങിച്ച് എഴുതി കൊടുത്തയച്ചിട്ടുണ്ട്. ശുശ്രൂഷയിൽ നമുക്ക് നിരാശപ്പെടാനൊന്നുമില്ല വികാസ. കാര്യം നമുക്കറിയാലോ, അന്ന് 92 നമ്മൾ വരുമ്പം ഇത്ര വരുമാനമേ ഉള്ളൂ. അത് പിന്നെ ഞാൻ പോയിട്ടുള്ളതെല്ലാം പമ്പാവാല അവിടെ. എന്നാൽ അവിടങ്ങളിലെല്ലാം ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തി. തന്നെ അലമ്പ പറഞ്ഞ പോലെ ആ ദേശമായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ. എന്തോ ഇപ്പോഴും അവിടുത്തെ ഏതൊരു കാര്യത്തിൽ നമ്മളെ വിളിക്കും. അത് സമുദായ വ്യത്യാസം കൂടാതെ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ബന്ധം നമുക്ക് അന്ന് ഇന്നുകൊണ്ട്. അതുകൊണ്ട് ശുശ്രൂഷ നമുക്ക് പരാജയപ്പെട്ടു പോയെന്നൊരു വിഷമമില്ല. ദൈവം നമ്മെ മാനിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം പ്രായമായി സമയം മാറ്റാൻ എന്തുവാ 70 വയസ്സ് വരെ ഉള്ളു ശുശ്രൂഷ സമയം. തിരുവല്ലായെന്ന് വിളിച്ചു. അന്നേരം ഞാൻ ഹോള് പണി നടന്നുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞെന്നാ ബീച്ചുമാസ് എന്നാ മാറണ്ട, ഹോള് പണി ഇവിടെ കഴിഞ്ഞിട്ട് മാറുന്നെങ്കിൽ മാറിയാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ മാറിക്കോളാം. അങ്ങനെ ഇപ്പം 73-ാമത്തെ വയസ്സാണ്. തമ്പുരാൻ അത്ഭുതകരമായി നടത്തുന്നു. എനിക്ക് പുറമോട്ട് തിരിഞ്ഞാൽ ഒരു ദുഃഖത്തിനും വഴിയില്ല. സങ്കടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പട്ടിണി ഉണ്ടായിട്ടുണ്ട്, പരിവട്ടകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു ദിവസം ഞാൻ നാരങ്ങാനത്തിരുന്നപ്പോ 21 ദിവസം ഫാസ്റ്റിംഗ് ചെയ്തു. 21 ദിവസം. അങ്ങനത്തെ അന്നത്തെ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഭാവിയും എല്ലാം ഓർത്താ 21 ദിവസം അങ്ങ് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച് അങ്ങിരുന്ന് പ്രാർത്ഥിക്കുകയല്ല, പോകുന്നവർ വരുമ്പോഴല്ലേ 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. അതിന്റെ 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് മസ്കറ്റിലേക്ക് ഒരു വീസ നമ്മുടെ എലന്തൂർ അച്ചൻകുഞ്ഞിന്റെ ജ്യേഷ്ഠൻ എടുത്തു തന്നതാണ്. പക്ഷെ അത് 21 ദിവസത്തെ വീസ ഉള്ളായിരുന്നു. 21 ദിവസത്തെ വീസ. 21 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞോണ്ടേ 2 ആഴ്ച കഴിഞ്ഞോണ്ടെയാണ് ആ ജോണി സഹോദരൻ എനിക്ക് വീസ എടുത്തു തന്നത്. അന്നത്തെ ഒരു ബിസിനസ് വീസയോ ഏതാണ്ടൊരു വീസ ആയിരുന്നു. 21 ദിവസമേ ഉള്ളായിരുന്നു. തമ്പുരാന്റെ കൃപയോട് രാവിലെ വൈകിട്ടും മാറി മാറി മീറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു കാലം. അങ്ങനെ തമ്പുരാൻ അന്ന് നമ്മളെ ഉപയോഗിച്ചു. പിന്നെ ഇപ്പൊ നമ്മള് പിള്ളേരുടെ കൂടെ UK പോയി നല്ല മീറ്റിങ്ങുകൾ ദൈവം നൽകി. ഇനിയും വേണം നമുക്ക് പോകും. അതുകൊണ്ട് പുറമോട്ട് തിരിഞ്ഞ ദുഃഖത്തിന് യാതൊരു വഴിയുമില്ല. ദൈവം ഇത്രത്തോളം വിജയകരമായി നടത്തി. കഷ്ടതയും ഭാരവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത് പോട്ടെ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ദൈവം ഇതെല്ലാം അറിഞ്ഞ് നമ്മളെ സഹായിച്ചു. എന്നെ കേൾക്കുന്നവരോടും പറയാനായിട്ടുള്ളത്, കർത്താവിന് വേണ്ടി ഇറങ്ങി കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നതല്ല. കാനവച്ചൻ പറയുന്നൊരു പ്രയോഗമുണ്ട്, കലപ്പയ്ക്ക് കൈവയ്ക്കുന്നവന് മാത്രമേ മണ്ണിന്റെ കട്ടി അറിയത്തുള്ളൂ. കലപ്പയ്ക്ക് കൈവത്താതെ മണ്ണിന്റെ കട്ടി എങ്ങനെ അറിയാം? അവൻ മണ്ണിന്റെ കട്ടിയും അവിടുത്തെ പശപ്പും എല്ലാം അറിയണമെങ്കിൽ കലപ്പയ്ക്ക് കൈവച്ചു കൊടുക്കണം. ഇതുപോലെ ഒത്തിരി കഷ്ടങ്ങളും ഭാരങ്ങളും ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തുള്ള എന്താ എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? ഞാൻ BTH വരെ പഠിച്ചതാണ്. വേണേ അല്പം ഇംഗ്ലീഷൊക്കെ പറയാൻ നോക്കും, ഹിന്ദി വേണേ അറിയാം, അല്പം ഹിന്ദിയും പറയും. നോർത്തിലൊക്കെ ആയതുകൊണ്ട് അല്പം ഹിന്ദിയും പറയും. അതെ, ഹിന്ദി പറയാം. എന്നിട്ട് എന്റെ ഒരു സെൻട്രൽ പാസ് വരെയൊക്കെ എന്നെ ആക്കാത്തത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ നർമ്മഭാവന, എന്നോട് തന്നെ. അത് പോട്ടെ, അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് വിളിച്ച ദൈവം വിശ്വസ്തന. അപ്പൊ നമ്മളെ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നവൻ. അപ്പൊ ഞാൻ പലപ്പോഴും ഈ ഒരു കൊലോസലേഖനത്തിലാണോ ഞാൻ പൗലോസ് ഒരാളെ ക്രേത്തയിലാക്കി വെച്ചു പോയതൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. മറ്റു ക്രേത്തയിലാക്കി വെച്ചു പോയി. അപ്പൊ അവിടെ എന്തിനാ ആക്കി വെച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ എഴുതുന്നുണ്ട്, ശേഷിക്കുന്ന കാര്യം ക്രമപ്പെടുത്താനാണ് എന്നെ ക്രേത്തയിലാക്കി വെച്ചു പോയത്. ക്രേത്ത ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം മഹാസമുദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്. യഹൂദന്മാർ ഒരുപാട് കുടിയേറി പാർത്ത പൗലോസ് പലവട്ടം യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഒക്കെ കൊള്ളാമെങ്കിലും ആ 1-ാം അധ്യായത്തിന്റെ 10 വാക്യങ്ങൾ വായിക്കുന്ന ക്രേത്തർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടന്മാരും മടിയന്മാരും ജന്തുക്കളും ഇങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് വായിക്കുന്നത്. അതിന് നടുവിലായി ഈ ദൈവദാസനെ തിമോത്തിയോസിനെ ആക്കി വെച്ചു പോയത്. അവിടെ ആക്കി പോയത് പൗലോസ് പറയുന്നുണ്ട്, നീ ശേഷിച്ച കാര്യങ്ങളെല്ലാം നീ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ക്രമം കെട്ടിരിക്കുന്ന ഒരാളുടെ നടുവിലാണ് നിന്നെ കൊണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നീ ആയിരിക്കുന്ന സ്ഥാനത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. ദൈവത്തെ കൊണ്ടേ കഴിയത്തുള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞാൽ 10-ാം സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് 3 പേരെ വിളിച്ചുകൊണ്ട് മലമുകളിൽ കയറുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. മലമുകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായി. പിന്നെ എല്ലാം വെള്ളം ഒരു വലിയ മേഘം വന്ന് കൂടുന്നതായിട്ടും ഏലിയാവൊക്കെ പ്രത്യക്ഷപ്പെടുന്നു ഒക്കെ അവർ തോന്നി. ഒടുവിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒരു മലമുകളിലേക്കാ കൊണ്ടുപോയത്, കാടും മേടും ഒക്കെ നിറഞ്ഞ സ്ഥലത്തേക്കാ. പക്ഷെ ആ സാഹചര്യങ്ങളെ പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുക്കുവാനായിട്ട് അവർ കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നല്ലതെന്ന് പറയത്തക്ക പോലെ മാറ്റിയെടുത്തു. അതുപോലെ 37-ാം അധ്യായം യെഹെസ്കേലിൽ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി യെഹെസ്കേലിനെ ആവി ചോദിച്ചു, നീ എന്താ കാണുന്നത്? അസ്ഥിക്കൂട്ടങ്ങൾ ഉണങ്ങിക്കിടക്കുന്നു. ആവി ചോദിച്ചു, ഇത് ജീവിക്കുമോ? അമ്പുരാനോട് പറഞ്ഞു, നിനക്കറിയാം, എന്നെ കൊണ്ടൊന്നും അറിയത്തില്ല. അമ്പുരാൻ പറഞ്ഞു, നീ അവിടെ പ്രവചിക്ക, വചനം പറയുക. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ നിരയിൽ ലാസ്റ്റുകളെല്ലാം കൂടി വന്നു. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം വചനത്താലും സാഹചര്യത്തെ എല്ലാ പ്രാർത്ഥനയാലും മാറ്റാൻ അവർ ശക്തനാണ്. 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 2 കാലും കൈയും കെട്ടി ആമത്തിലിട്ട് പൂട്ടി, കാര്യകർമ്മാണി അവരെ അടിയും കൊടുത്ത് വേണ്ടാത്തതും പറഞ്ഞേച്ച് താഴിട്ട് പൂട്ടി വീട്ടിൽ പോയി. ഒരു വല്ലാത്ത അന്തരീക്ഷം. ഒരുപക്ഷെ പൗലോസ് ശീലാസ് തമ്മിൽ പറഞ്ഞു കാണും, നമ്മുടെ വായിക്ക് ഒരു കുഴപ്പവുമില്ല, കയ്യും കാലുമേ പൂട്ടിയിട്ടുള്ളൂ. അവർ വായ കൊണ്ട് പാടി ദൈവത്തെ സ്തുതിച്ചെന്നാ വായിക്കുന്നു. കാരാഗ്രഹം തുറന്നുപോയി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ആരാധന വരുമ്പോൾ സാഹചര്യങ്ങളെ മാറ്റും. ഞാൻ പറഞ്ഞത് ഏത് സാഹചര്യത്തെ മാറ്റിമറിക്കുവാൻ
പ്രാർത്ഥന കൊണ്ട് കഴിയും. Hallelujah. ഏത് സാഹചര്യത്തെയും മറിക്കാൻ ആമേൻ ദൈവവചനത്തെ കൊണ്ട് കഴിയും. ഏത് സാഹചര്യത്തെയും മാറ്റിയെടുക്കുവാൻ ആത്മാവിനാൽ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ Amen. ക്രയത്തയിലാണോ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, Hallelujah. ഒറ്റപ്പെട്ടിടത്താണോ, ആമേൻ വല്ലാത്തൊരു ജീവിതാനുഭവത്തിലാണോ, അനുഭവങ്ങളെ മാറ്റാൻ പ്രാർത്ഥന കൊണ്ട് മതിയാകും. Amen. അനുഭവങ്ങളെ മാറ്റാൻ വചനത്താൽ സാധിക്കും. Praise the Lord. അനുഭവങ്ങളെ മാറ്റാൻ ആത്മാവിന്റെ ശക്തിയാൽ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവും കൈവിടാതെ കൈമുതലാക്കി സൂക്ഷിക്കുവാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളെ ഇത്രത്തോളം ശ്രദ്ധിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്ത എന്റെ പ്രിയ പൈതൽ പ്രിയ ഫിനിമോനോട് കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ എല്ലാവിധ നന്ദി കടപ്പാടുകളും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Amen. പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, Hallelujah. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകരുവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. Amen. ദൈവത്തിന് മഹത്വം. അങ്ങയുടെ കുഞ്ഞുങ്ങളാ ഞങ്ങൾക്ക് അങ്ങയുടെ പാതവിടെ ചേർന്ന് നയിവാൻ Amen. ഒരു വിലയുള്ള അവസരം കൂടെ ദാനം നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. Hallelujah. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുവന്ന് നിന്റെ വചനം വായിക്കുന്നത് പോലെ Amen. ജീവിതത്തിന്റെ ഏത് അവസരങ്ങളിലും അങ്ങേ സ്തുതിപ്പാൻ നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. Praise the Lord. കാറും കോളും നിറഞ്ഞ ആമേൻ നിരാശയുടെ വേളകളിലും Hallelujah. സന്തോഷം തിരത്തള്ളുന്ന പകല് വേളകളിൽ ഒരുപോലെ Amen. അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ കൃപ നൽകണമേ. നാഥാ. സങ്കീർത്തനത്തിലും വായിക്കുന്ന പോലെ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായി പൗർണമാസിയിലെ കാഹളമൂതി എന്ന് വായിക്കുന്നത് പോലെ Amen. ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും നിന്നെ സ്തുതിപ്പാൻ Hallelujah. കോവിഡ് ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് വായിക്കുന്നത് പോലെ Praise the Lord. നിരാശയുടെ രാത്രികളിലും സന്തോഷത്തിന്റെ പകല് വേള ഒരുപോലെ തന്നെ സ്തുതിപ്പാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം. Amen. വിട്ടുപോയ നാളുകളെ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോട് ചാരിതാർത്ഥത്തോട് വല്ലാതെ ഞങ്ങൾക്ക് നോക്കുവാൻ കഴിയുകയില്ല. Hallelujah. കാരണം ഇവിടെ വരെ എത്തിച്ചത് ദൈവവും ദൈവകൃപയുമാണ്. Amen. ഞങ്ങൾ ആരുമല്ല ഏതുമല്ല എന്നാൽ Hallelujah. തമ്പുരാൻ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. Amen. ആരുമല്ലാതിരുന്നപ്പോൾ ഏതുമല്ലാതിരുന്നപ്പോൾ വഴിത്തലക്കൽ മിനക്കെട്ട് നിന്നപ്പോൾ നാഥാ. ന്യായമായത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചവൻ നീയാകാതെ Amen. അങ്ങയുടെ അധ്വാനിപ്പാളക്കര വീണ്ടും നൽകണമേ. പ്രായാധിക്യത്തിനും കൃപ നൽകി മാനിക്കണമേ കർത്താവേ. നാഥാ. ഞങ്ങളെ കേട്ട വാത്സല്യ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ ഓർത്തു സ്തോത്രം ചെയ്യുന്നു. Amen. കർത്താവിന്റെ ദാസനെ ഈ കുടുംബത്തെ ഓർക്കുന്നു. Amen. ഞാൻ ചെയ്തു വരുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെയും മാനിക്കണമേ. എന്റെ Hallelujah. കുടുംബത്തെ കുഞ്ഞുങ്ങളെയും മാനിക്കണമേ. ഈ ചാനലിലെ കർത്താവ് ആശീർവദിക്കണമേ. Amen. ഒന്നിച്ച് ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം ചെയ്ത് നിങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Amen. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇത്രത്തോളം നൽകിയ എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയ്ക്കാവും Hallelujah. നാം ഏവരോടും വിശേഷാൽ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഭൂലോകമെമ്പാട് ചെറിയ പാർക്കുന്ന സകല വിശുദ്ധ മക്കളോടും കൂടെ വിശേഷാൽ ഈ പ്രിയ ദേവദാസനോടും കുടുംബത്തോടും കൂടെ ഇപ്പോഴും എക്കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി സന്തോഷം. ഒരു പ്രാവശ്യം നന്ദി പറയുക, പാസ്റ്ററോട് മാമയോട് നന്ദി പറയുക. ഇത്ര സമയങ്ങൾ Okay. ആ ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി നൽകിയതില്ല. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. അനുഗ്രഹിക്കട്ടെ. Okay. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.